യെസ്. അപ്പോൾ നമ്മൾ അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ്, ഇതേപോലെ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യനാണ്. ഒരു സ്പിയറിൻ്റെ പ്രോബ്ലം ഉണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ, അതായത് ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. dy/dx ഡെഫിനേഷനാണ് പറയുന്നത്. dy/dx എന്ന് പറഞ്ഞാൽ സെൻറ്റൻസ് രൂപത്തിൽ പറയുകയാണെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഉണ്ടാകുന്ന വൈക്കുള്ള മാറ്റം, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? dy/dx എന്ന് വിളിക്കുക. മനസ്സിലായോ? അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞ് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഇതെന്തെങ്കിലും അറിയാം? നിങ്ങൾ എന്ത് വെച്ചിട്ടത് പഠിക്കുന്നത്? ഇതെന്താന്ന് വല്ല മനസ്സിലായോ? സാറെന്താ പറയുന്നത്, ഞങ്ങളെന്താ പഠിക്കുന്നു അല്ലേ? അങ്ങനെയാണല്ലേ. ഈ ഡിഫറൻസിയേഷൻ എന്താ സാധനം അറിയോ? ഡിഫറൻസിയേഷൻ നിങ്ങൾ പോളി കഴിഞ്ഞവരല്ലേ? എന്താണ് ഡിഫറൻസിയേഷൻ്റെ സാധനം? എന്തിനാണ് ഡിഫറൻസിയേഷൻ പഠിക്കുന്നത്? ഒന്ന് കോമൺ ആയിട്ട് ചോദിച്ചോട്ടെ. സപ്ലി ഇല്ലാതിരിക്കാൻ പഠിക്കുന്നല്ലേ? ഞാനെന്തേ സുഖമാണല്ലോ അല്ലേ? യെസ്. എന്താണ് ഡിഫറൻസിയേഷൻ? എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? വല്ലതും അറിയോ? ഒന്നും അറിയില്ല അല്ലേ? സത്യമാണ്, നമ്മൾ ഇപ്പോൾ സപ്ലി കിട്ടാതിരിക്കാൻ പഠിക്കുന്നു. അങ്ങനെയാണ്. ശരിക്കും പറഞ്ഞ് ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ പറഞ്ഞോട്ടെ. അതായത് എങ്ങനെയാണ് ഡിഫറൻസിയേഷൻ വന്നത്? മാത്സിൻ്റെ ഡിഫറൻസിയേഷൻ ആരാ കണ്ടുപിടിച്ചതെന്നറിയോ? ഡിഫറൻസിയേഷൻ ആരായിരിക്കും കണ്ടുപിടിച്ചത്? എന്തെങ്കിലും സൂചന ഉണ്ടോ? അത് അറിയില്ലല്ലോ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഒരു പാവം മനുഷ്യനുണ്ടല്ലോ, എന്താ പറയുക, നടന്ന് വരിയിരുന്നേ. അപ്പോൾ അയാൾക്ക് ഉറക്കം വന്നു. അപ്പോൾ അയാൾ എന്ത് ചെയ്തിട്ടാ, ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കിടന്നുറങ്ങി. വലിയ മരമായിരുന്നു കേട്ടോ. ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഒരു പാവം മനുഷ്യൻ കിടന്നുറങ്ങി. മനസ്സിലായോ? ഇപ്പം തന്നെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അയാളോട് കിടന്നുറങ്ങാട്ടാ. ഓക്കെ, അയാൾ കിടന്നുറങ്ങി. യെസ്, അയാൾ ഉറങ്ങുന്നുണ്ട് കേട്ടോ. ഉറങ്ങുന്ന സമയത്ത് ആ മരത്തിൽ കുറേ ആപ്പിൾ ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു ആപ്പിൾ ഉണ്ടല്ലോ, എന്ത് ചെയ്തു, ആ മരത്തിൽ നിന്ന് അടർന്നിട്ട് നേരെ അങ്ങേരുടെ തലയിലാണ് വന്നാൽ വീണു. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും? അയാളെ തല ഭയങ്കര വേദനിച്ചു. ആരായിരിക്കും മനുഷ്യൻ? ആരായിരിക്കും? ആരായിരിക്കും? ആപ്പിൾ തലയിൽ വീണ മനുഷ്യൻ ആരാടാ? ഓക്കെ, ഐസക് ന്യൂട്ടൻ തന്നെ. ന്യൂട്ടൻ. അപ്പോൾ ഓക്കെ, ഉറപ്പിച്ചു ന്യൂട്ടൻ തന്നെ. ഓക്കെ, അപ്പോൾ ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണപ്പോൾ എന്ത് സ്വാഭാവികമാണ് അല്ലേ? നമുക്കൊരു വേദന ഏറ്റ് കഴിഞ്ഞാൽ നമ്മൾ പലതും ചിന്തിക്കും. അങ്ങനെ അയാൾ ഓരോ കാര്യങ്ങളായിട്ട് കണ്ടുപിടിക്കാൻ തുടങ്ങി. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തല്ലോ. ഡിഫറൻസിയേഷൻ്റെ ആപ്ലിക്കേഷൻ്റെ ഡെറിവേറ്റീവ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് അതാ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ന്യൂട്ടൻ്റെ തലയിൽ ആ ഒരു ആപ്പിൾ വന്നു വീണപ്പോൾ അയാൾക്ക് ഭയങ്കര വേദനിച്ചു. അപ്പോൾ വേദനിക്കാനുള്ള കാരണം എന്തായിരിക്കും? എന്തുകൊണ്ടായിരിക്കും വേദനിച്ചത്? എന്തുകൊണ്ടായിരിക്കും വേദനിച്ചത്? അറിയോ? ചിന്തിച്ചിട്ടുണ്ടോ? ന്യൂട്ടന് വേദനിക്കാനുള്ള കാരണം എന്തായിരിക്കും? അതിന് ഫോഴ്സ് കൊണ്ടല്ലേ. പക്ഷെ അന്ന് ഫോഴ്സ് കണ്ടുപിടിച്ചിട്ടില്ല. ന്യൂട്ടനല്ലേ ഇതൊക്കെ കണ്ടുപിടിച്ചേ. അന്ന് ഫോഴ്സ് കണ്ടുപിടിച്ചിട്ടില്ല. മനസ്സിലായോ? അതായത് അന്ന് സ്പീഡിൽ വന്ന് വീണിട്ടുണ്ടാവില്ല. അന്ന് സ്പീഡും കണ്ടുപിടിച്ചിട്ടില്ല. മനസ്സിലായോ? അന്ന് ഈ സാധനങ്ങളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അന്ന് ഗുരുത്വാകർഷണ ബലം ഒന്ന് അതാണ് ചിന്തിച്ചത്. അതായത് ഈ സാധനം താഴോട്ട് വരാതെ എന്തുകൊണ്ട് മോളിക്ക് പോയില്ല? താഴോട്ട് തന്നെ വന്നു അല്ലേ? എന്തുകൊണ്ടാണ് അത് മോളിക്ക് പോയില്ല എന്ന് ചിന്തിച്ചു. അങ്ങനെ പല കാര്യങ്ങൾ ആരായാലും ചിന്തിക്കും. മനസ്സ് സ്വാഭാവികം അല്ലേ? നല്ലൊരു വേദന കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ചിന്തിക്കും. അങ്ങനെ ആപ്പിളിൻ്റെ വേദന കൊണ്ട് ചിന്തിച്ച കുറേ കാര്യങ്ങളാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. നമ്മൾ പഠിച്ച വെലോസിറ്റിയും ഫോഴ്സും എല്ലാ സാധനങ്ങളും അങ്ങനെ തന്നെയാണ് വന്നത്. മനസ്സിലായല്ലോ? ആ ഒരൊറ്റ ആപ്പിളിൻ്റെ പവർ ആലോചിക്കും. അപ്പോൾ പറഞ്ഞു തന്നത്രേ ഉള്ളൂ. അതിലിടയ്ക്ക് അങ്ങേര് എന്ത് ചെയ്തു? അങ്ങേരെ ഡിഫറൻസിയേഷനാണ് കണ്ടുപിടിച്ചു. അതെന്താണെന്ന് പറഞ്ഞുതരാം. ജസ്റ്റ് നോക്കുകയാണ്. അതായത് അയാൾ ചിന്തിച്ചത്, ആപ്പിൾ എന്ത് ചെയ്തു, ഇവിടുന്ന് മുകളിൽ നിന്ന് താഴത്തേക്ക് വന്നപ്പോൾ എന്തുകൊണ്ട് വേദനിച്ചു, ആ ഒരു ചിന്ത മൊത്തത്തിലുണ്ടായിരുന്നു. ആൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും? അസംഷനാണ്. അങ്ങനെ ചിന്തിച്ചല്ല പറയുന്നത്, അസംഷനാണ്. ആൾ എന്ത് ചെയ്ത് ഒരു കല്ലെടുത്തിട്ട് തലയിൽ എറിഞ്ഞ് നോക്കിയിട്ടുണ്ടാവും, വേദനിച്ചോ നോക്കിയിട്ടുണ്ടാവും. വീണ്ടും ആപ്പിൾ കുറച്ചുകൂടി ദൂരത്തിൽ എറിഞ്ഞിട്ട് കൂടുതൽ വേദനിച്ചോ നോക്കിയിട്ടുണ്ടാവും. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലേ? പരീക്ഷണങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആൾക്ക് മനസ്സിലായി, അവിടുന്ന് ഒരു സെക്കൻഡിൽ ആപ്പിൾ മൂവ് ചെയ്യുന്ന
ചെയ്യുന്ന ദൂരമല്ല അടുത്ത സെക്കൻഡിൽ മൂവ് ചെയ്യുന്നത് അല്ലേ. അടുത്ത സെക്കൻഡിൽ അത് മൂവ് ചെയ്യുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്, അതിന് മൂവ് ചെയ്യുന്ന ആ ഒരു ദൂരം കൂടിക്കൊണ്ടിരിക്കുകയല്ലേ അല്ലേ. അപ്പോൾ ആപ്പിൾ വരുന്ന ആ ദൂരവും ആ ഡിസ്പ്ലേസ്മെൻറ്റ് തമ്മിലൊരു ബന്ധമുണ്ടെന്ന് ആൾ കണ്ടെത്തി. മനസ്സിലായോ? അതായത് സമയത്തിനനുസരിച്ചിട്ട് അവ സഞ്ചരിക്കുന്ന ദൂരം കൂടി വരുന്നു എന്ന് മനസ്സിലാക്കി. ആ സമയത്തിനനുസരിച്ച് അതിലുണ്ടാകുന്ന മാറ്റം, അതായത് റേറ്റ് ഓഫ്, നമ്മുടെ മെയിൻ സാധനം അതാണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ എസ് എന്ന് കൊടുക്കുന്നത് കേട്ടോ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് റെസ്പെക്റ്റ് ടു ഇറ്റ്സ് ടൈമിനനുസരിച്ച് ഡിസ്പ്ലേസ്മെൻറ്റിലുണ്ടാകുന്ന മാറ്റം, അതിനെ ഡിനോട്ട് ചെയ്തു എന്ത്, ds/dt. ഇറ്റ് ഈസ് കോൾഡ് വെലോസിറ്റി. അങ്ങനെയാണ് ഡിഫറൻസിയേഷൻ്റെ ഉദയം എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഡിഫറൻസിയേഷൻ ജനിക്കുന്നത് അങ്ങനെയാണ്. മനസ്സിലായോ? റേറ്റ് ഓഫ് ചേഞ്ച്, അതൊക്കെ ഞാൻ ഉണ്ടാക്കിയാണ്, വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കോട്ടെ കേട്ടോ. റേറ്റ് ഓഫ് ചേഞ്ച് ഇങ്ങനെയൊക്കെ ആയിരിക്കാമെന്ന് ഞാൻ ചിന്തിച്ചതാണ് കേട്ടോ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം, അതായത് ds/dt. ഇതിൻ്റെ പ്രോബ്ലം ആനന്ദം നോക്കടാ. ഇതിൻ്റെ പ്രോബ്ലം നമ്മൾ ഇപ്പോൾ ഞാൻ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, അത് കണ്ടോളൂ കേട്ടോ. വെലോസിറ്റിയുടെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ പ്രോബ്ലം നമ്മളിപ്പോൾ ചെയ്തു. ഓക്കെ, അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. 1 മണിക്കൂറായി നമ്മൾ ക്ലാസ് തുടങ്ങിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ പഠിപ്പിച്ചു. അതിനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ കിട്ടുന്ന പേരാണ് ആക്സലറേഷൻ. അപ്പോൾ dv/dt, വെലോസിറ്റിനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആക്സലറേഷൻ. അപ്പോൾ വെലോസിറ്റിയും ആക്സലറേഷനും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇതാണ് എങ്ങനെയാണ് ഡിഫറൻസിയേഷൻ ഉണ്ടായത് പറഞ്ഞാണ്. വെലോസിറ്റി ആക്സലറേഷൻ അങ്ങനെയാണ് ഉണ്ടായത് കേട്ടോ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. നമ്മളിനി ഈ റേറ്റ് ഓഫ് ചേഞ്ചിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ബലൂണിന് കാറ്റ് നിറയ്ക്കുന്ന പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ അല്ലേ? അതാണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്നുള്ള വാക്കാണ് നമുക്ക് വേണ്ടത്. റേറ്റ് ഓഫ് ചേഞ്ച്, അതായത് അതിലുണ്ടാകുന്ന മാറ്റം. മനസ്സിലായോ? അപ്പോൾ dy/dxൻ്റെ ഡെഫിനിഷൻ ഇതാണ്. ഈ ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പോകുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. എന്താണ് dy/dxൻ്റെ ഡെഫിനിഷൻ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ്, ഫൈൻഡ് ഇത് ഇങ്ങനെ ചോദിക്കുക, ഫൈൻഡ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ with respect to area A with respect to radius R. ആറിന് മാറുന്നതിനനുസരിച്ച് ഏരിയയിൽ ഉണ്ടാകുന്ന മാറ്റം, അതാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്. dA/dr. ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ അതിൻ്റെ ബേസൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടാവണം കേട്ടോ. ഏരിയനെ വിത്ത് റെസ്പെക്ട് ടു ആറിൽ, അത് ഞാൻ പ്രോബ്ലം വരുമ്പോൾ പറയാം, കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ പ്രോബ്ലം വരുമ്പോൾ ഏരിയ ഓഫ് സർക്കിളൊക്കെ ഞാൻ ജസ്റ്റ് ബേസിക്കൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് വീഡിയോയിൽ. അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ, കുഴപ്പമില്ല. ഓരോ ക്വസ്റ്റ്യൻ അനുസരിച്ച് അപ്പോൾ പറയാം. ഏരിയ ഓഫ് സർക്കിൾ, ഏരിയ ഓഫ് സർഫസ് ഏരിയ ഓഫ് സ്പിയർ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. അത് നമുക്ക് ഇപ്പം ഇതിൻ്റെ കൂടെ പറയേണ്ട, നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഓരോന്നിനനുസരിച്ച് പറയാം. ഓക്കെ, അപ്പോൾ സർക്കിളിൻ്റെ ഏരിയനെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറയാം. റേഡിയസിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വളരെ സിമ്പിളാണ്. അതായത് ഏരിയ ഓഫ് സർക്കിൾ πr² ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ dA/dr കാണണം, അത്രയേ ഉള്ളൂ. π×r² ഡെറിവേറ്റീവ് 2r, ഇങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. നമുക്ക് 3 മാർക്ക് കിട്ടി, അത് 5 മാർക്ക് കിട്ടി കേട്ടോ. കാര്യം മനസ്സിലായോ? ഇത് അത്രയേ ഉള്ളൂ, അതുകൊണ്ടാണ് പറയുന്നത് എളുപ്പമാണെന്നത്. ക്ലിയർ ആയോ പറഞ്ഞേ? ബാക്കിയുള്ളവർക്ക് ഓക്കെ അല്ലേ? അമലേ, ഏരിയ πr², ഇത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യണം. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ പ്രോബ്ലം കഴിഞ്ഞു, 5 മാർക്ക്. മനസ്സിലായോ? അത് ഇങ്ങനെയല്ല, കുറച്ച് സെൻറ്റൻസിലാണ് പറയുക. അതായത് ഒരു കോളം എന്നൊക്കെ ആയിരിക്കും പറയുക, നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടാൽ മനസ്സിലാവില്ല, അതാണ് പ്രശ്നം. ഫൈൻഡ് ദ ഏരിയ ഓഫ്, ക്വസ്റ്റ്യൻ കണ്ടാൽ മനസ്സിലാവില്ല, അതാണ് പ്രശ്നം. അതായത് ഏരിയ ഓഫ് സർക്കിൾ കാണാൻ പറഞ്ഞാൽ നമുക്ക് കുഴപ്പമുണ്ടാവില്ല, ഇങ്ങനെയാണ് ചെയ്താൽ മതി. പക്ഷേ ഇങ്ങനെയല്ല ചോദിക്കുക. അതായത് നമ്മളൊരു കുളം കാണുന്നു, കുളം ഒരു സർക്കിളിൻ്റെ രൂപത്തിലാകുന്നു എന്നൊക്കെ ആയിരിക്കും ചോദിക്കുക. മനസ്സിലായോ? അപ്പോൾ അതാണ് കൺഫ്യൂഷൻ. അതായത് ഒരു ബലൂൺ വീർപ്പിക്കുന്നു, ബലൂൺ ഒരു സ്പിയറിൻ്റെ രൂപത്തിലാവും എന്നൊക്കെയാണ് ചോദിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോഴാണ് പണി കിട്ടുക. അപ്പോൾ അത് നമുക്ക് നോക്കാം, കുഴപ്പമില്ല. ക്വസ്റ്റ്യൻ കണ്ടാൽ മനസ്സിലാവും. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഒരു 4 ക്വസ്റ്റ്യൻ ഉള്ളൂ, 4-5 ക്വസ്റ്റ്യൻ ഉള്ളൂ. ആ 5 ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണ് കേട്ടോ. യെസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് പറഞ്ഞു വന്നത് ഇതൊന്നല്ല. എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് എന്ന് പറഞ്ഞാൽ dA/dr. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചുള്ളത്.
അടുത്തത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു ടൈം ആയിരുന്നെങ്കിലോ എന്താ വരിക? അപ്പോൾ dA/dt ആണ് കേട്ടോ. മനസ്സിലായ വ്യത്യാസം? ഏരിയ വിത്ത് റെസ്പെക്ട് ടു ടൈം ആയിരുന്നെങ്കിൽ അത് dA/dt ആവും. റേഡിയസ് ആണെങ്കിൽ dA/dr ആവും. ക്വസ്റ്റൻ അനുസരിച്ച് മാറും കേട്ടോ. ഇപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം നോക്കണേ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം വിത്ത് റെസ്പെക്ട് ടു ആറിനനുസരിച്ചിട്ട് വോളിയത്തിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് ചോദിച്ചാൽ എന്താ വരിക? dV/dr. ക്ലിയർ ആയോ? ഈ സെയിം ക്വസ്റ്റ്യൻ എന്ത് ചോദിക്കും നമ്മളോട്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം വിത്ത് റെസ്പെക്ട് ടു ടൈമും ചോദിക്കാറുണ്ട്. അപ്പോൾ ഫോമുല മാറി dV/dt ആയി. വിത്ത് റെസ്പെക്ട് ടു പറയുന്നതിനനുസരിച്ചിട്ട് dt-യും dr ഒക്കെ മാറി വരും കേട്ടോ. പറഞ്ഞ് മനസ്സിലായോ? തൽക്കാലം എഴുതിയെടുക്കുക. ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. തൽക്കാലം എഴുതാം. ഒരു പ്രോബ്ലം ചെയ്താൽ ക്ലിയർ ആവേ. ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ബലൂണിൻ്റെ ഒരു 4 ക്വസ്റ്റ്യൻ ഉണ്ട്. ആ 4 ക്വസ്റ്റ്യനും എന്താ പറയുക, നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ചോളൂ കേട്ടോ. എഴുതി പഠിച്ചോളേ. അത് ഓരോ ഏറ്റവും ഇമ്പോർട്ടൻസ് വെച്ചിട്ട് ഞാൻ 3 എടുക്കുന്നത്. ഇപ്പോൾ ഇതിൽ ചോദിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. സ്പെറിക്കൽ ബലൂണിൻ്റെ പ്രോബ്ലമാണ് എല്ലാ വർഷവും ചോദിക്കുന്നത്. സ്പിയർ ആണ് കേട്ടോ. അപ്പോൾ സ്പിയറിൻ്റെ വോളിയം ഒന്ന് ഓർത്ത് വെക്കുക. ഇതാണ് ഞാൻ പറഞ്ഞത് ബേസിക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചത്. വോളിയം ഓഫ് ദ സ്പിയർ 4/3 πr³ കേട്ടോ. അത് ബൈ ഹാർട്ട് ചെയ്തോളണേ. വോളിയം ഓഫ് ദ സ്പിയർ എത്രയാണ്? 4/3 πr³. അതുപോലെ സർഫസ് ഏരിയ ഓഫ് ദ സ്പിയർ എന്ന് പറയുന്നത് എത്രയാണ്? 4πr² കേട്ടോ. 4πr². നോക്കട്ടെ ശരി തന്നെയല്ലേ? യെസ്, 4πr² ആണ് കേട്ടോ. ഈ 2 കാര്യങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കണേ സ്പിയറിൻ്റെ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന 3 പ്രോബ്ലം സ്പിയറിൻ്റെയാണ് കേട്ടോ. മനസ്സിലായോ? നമ്മൾ ചെയ്യാൻ പോകുന്ന 3 ക്വസ്റ്റ്യനും സ്പിയറിൻ്റെയാണ്. സ്പിയറിൻ്റെ 3 ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. ആ 3 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 3 രീതിയിലാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഒന്ന് മനസ്സിലാക്കി പഠിക്കുക, അല്ലെങ്കിൽ എഴുതി പഠിക്കുക, കാണാപ്പാടം പഠിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്തോളൂ കേട്ടോ. ഓക്കെ അല്ലേ? സ്റ്റാർട്ട് ചെയ്യണേ. ഇത് നോട്ട് ചെയ്ത് വെച്ചല്ലോ അല്ലേ? യെസ്, ഒന്ന് ക്വസ്റ്റ്യൻ തുടങ്ങാം. ക്വസ്റ്റ്യൻ എഴുതാം. ഇഫ് എ സ്പെറിക്കൽ ബലൂൺ, ഫസ്റ്റ് എഴുതാണ്. എ സ്പെറിക്കൽ ബലൂൺ ഈസ് ഇൻഫ്ലാറ്റഡ് ബൈ pumping 25 cc of gas. അങ്ങനെ പറയാം. എ സ്പെറിക്കൽ ബലൂൺ ഈസ് ഇൻഫ്ലാറ്റഡ്. എ സ്പെറിക്കൽ ബലൂൺ ഈസ് ഇൻഫ്ലാറ്റഡ് by pumping 25 cc of gas per second. 25 cc of gas per second. ഒരു സെക്കൻഡിൽ പെർ സെക്കൻഡ് 25 cc ക്യൂബിക് യൂണിറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഗ്യാസ് ഇതാക്കുന്നു. ഫൈൻഡ് ദ റേറ്റ് at which the radius of the balloon is increasing. The rate at which radius of the balloon is increasing. When എപ്പോഴാണ്? when radius equal to 15 centimeter. ആകുമ്പോൾ ശ്രദ്ധിച്ചോളാം. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത്രയും എളുപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ ചെറുതാണ്, ചെറിയൊരു പ്രോബ്ലമാണ്. എങ്ങനെയെങ്കിലും എഴുതി പഠിക്കുക കേട്ടോ. കാണാപ്പാടം പഠിക്കുകയും ചെയ്തോളൂ കേട്ടോ. മനസ്സിലായോ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ വരിക. ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു ബലൂണിൽ ഗ്യാസ് നമ്മൾ നിറയ്ക്കുന്നു. ആ ഗ്യാസ് നിറയ്ക്കുന്ന ഏരിയ തന്നിട്ടുണ്ട്. ഓക്കെ, ഗ്യാസ് നിറയ്ക്കുന്ന ഏരിയ എത്രയാണ്? ഗ്യാസ് നിറയ്ക്കുന്ന റേറ്റ് തന്നിട്ടുണ്ട്. 25 cc വെച്ചിട്ടാണ് നിറയ്ക്കുന്നത്. 25 cc തന്നിട്ടുണ്ട്. മനസ്സിലായോ? ഇനി നമുക്ക് കാണേണ്ടതാണ്, അപ്പോൾ ബലൂണിൽ കാറ്റ് നിറയ്ക്കും തോറും ബലൂൺ ഇങ്ങനെ വീർത്ത് വരും അല്ലേ? അപ്പോൾ അത് സ്പെറിക്കൽ ഷേപ്പാണ്. എങ്ങനെ സ്പെറിക്കൽ ഷേപ്പ് തന്നെ? പണ്ടൊക്കെ പൂരപ്പറമ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് റൗണ്ട് ഉള്ളത് കിട്ടില്ല. അതാണെന്ന് വിചാരിച്ചോ? ഓക്കെ, തൽക്കാലം അസ്യൂം ചെയ്യുകയാണ് നമ്മളത് സ്പിയറിൻ്റെ രൂപത്തിലുള്ള ബലൂണാണ്, അല്ലാണ്ട് ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്നതൊന്നും അല്ല. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മനസ്സിലായോ?
അപ്പോൾ അങ്ങനെയുള്ള ബലൂണിൻ്റെ റേഡിയസ് കൂടുന്ന റേറ്റ് കണ്ടുപിടിക്കണം. ഇതാണ്. അപ്പോൾ റേറ്റ് എന്നുള്ള വാക്കാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്, ശ്രദ്ധിച്ചോളണേ. ഇനി ഒന്നുകൂടി പറയാം, കറക്റ്റ് മനസ്സിലാക്കിയത് വളരെ എളുപ്പമാണ്. ഇവരെന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ബലൂണിൽ കാറ്റ് നിറയ്ക്കുന്നു. കാറ്റ് നിറയ്ക്കുമ്പോൾ എന്താണ് അവിടെ ഉണ്ടാവുക? ബലൂണിൻ്റെ എന്താ കൂടുന്നത്? ബലൂണിൻ്റെ വലിപ്പം കൂടും അല്ലേ? വലിപ്പത്തിൻ്റെ ആ കാറ്റിന് നമ്മൾ പറയുന്ന പേരെന്താ ഇംഗ്ലീഷിൽ? എന്താ നമ്മൾ പറയുക? കൺസെപ്റ്റ്, മാത്സിൻ്റെ കൺസെപ്റ്റ് എന്താണ്? എന്ത് കൂടുന്നു എന്നാണ് പറയുക? ബലൂണ് വലിപ്പം കൂടുന്തോറും എന്ത് കൂടുന്നു എന്നാണ് പറയുക നമ്മളതിനെ? സൈസ് അല്ലേ? സൈസ് എന്ന് പറഞ്ഞാൽ അതായത് അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയുന്നത്, എന്താ അതിന് പറയുക? ഏരിയ എന്നാണ് പറയുക. ഏരിയയാണ് പറയുക. അതിൻ്റെ ഉള്ളിൽ കാറ്റ് നിറയ്ക്കുന്ന പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വോളിയമാണ് കൂടുന്നത്. മനസ്സിലാവണുണ്ടോ അല്ലേ? വോളിയം ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. മനസ്സിലാവണുണ്ടോ? അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ അതുകൊണ്ടാണ് വോളിയത്തിൻ്റെ ഫോർമുല ഞാൻ എടുക്കാൻ പറഞ്ഞത്. അതായത് സ്പിയറിൻ്റെ വോളിയത്തിൻ്റെ ഫോർമുല അങ്ങനെയാണ് എടുക്കുന്നത്. 4/3 πr². സർഫസ് ഏരിയയുടെ ഫോർമുല എന്താണ്? 4πr². അപ്പോൾ ഇത് πr³ കേട്ടോ. 4πr². ഇത് രണ്ടുമാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഈ പ്രോബ്ലത്തിൽ ഇയാൾ ആവശ്യമില്ല, സർഫസ് ഏരിയ അവർ പറഞ്ഞിട്ടില്ല. കാര്യം മനസ്സിലായോ? ഈ പ്രോബ്ലത്തിൽ സർഫസ് ഏരിയനെ കുറിച്ച് അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് ആവശ്യമില്ല. ഈ പ്രോബ്ലത്തിൽ വോളിയം മാത്രമാണ് ആവശ്യമുള്ളത്. ചില പ്രോബ്ലത്തിൽ സർഫസ് ഏരിയ ആയിരിക്കും ആവശ്യം. അതുകൊണ്ടാണ് കറക്റ്റ് വാചകങ്ങൾ കറക്റ്റ് മനസ്സിലാക്കാൻ പറയുന്നത്. ഇവിടെ പറയുന്നത് ഒരു ബലൂണിൻ്റെ ഒരു വാട്ടർ ടാങ്കിൽ വെള്ളം നിറയ്ക്കുന്നു എന്ന് പറഞ്ഞ് എന്താണ്? അതിൻ്റെ വോളിയമാണ് കൂടുന്നത്. മനസ്സിലായോ? അതിൻ്റെ വോളിയം കൂടുന്നു എന്നാണ് മീൻ. മനസ്സിലായോ? വോളിയത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പ്രോബ്ലം പോകുന്നത് കേട്ടോ. അപ്പോൾ ബലൂണിന് കാറ്റ് നിറയ്ക്കുമ്പോൾ ബലൂണിൻ്റെ വോളിയമാണ് കൂടുന്നത്, ഇൻക്രീസ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇനി ക്വസ്റ്റ്യൻ വായിച്ചേ ഒന്നുകൂടി സ്ലോവിൽ ക്വസ്റ്റ്യൻ വായിക്കുക. എന്താണ് പറഞ്ഞേക്കണേ? എ സ്പെറിക്കൽ ബലൂൺ ഈസ് ഇൻഫ്ലേറ്റഡ് ബൈ പമ്പിങ് 25 cc ഓഫ് ഗ്യാസ് പെർ സെക്കൻഡ്. അതായത് ഒരു ബലൂണിൽ ഗ്യാസ് നിറയ്ക്കുന്ന വോളിയം ഇൻക്രീസ് ചെയ്യുന്ന റേറ്റാണ് തന്നിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താണ്. ആൻസർ ചെയ്താൽ ഗിവൺ തുടങ്ങാം കേട്ടോ. ഗിവൺ വോളിയം ഈസ് ഇൻക്രീസ്ഡ്. മനസ്സിലായോ? വോളിയം ഇൻക്രീസ്ഡ് അറ്റ് ദി റേറ്റ് 25 cc പെർ സെക്കൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? ഇത് മനസ്സിലായോ? ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലായോ? വോളിയം കൂടുന്നു അറ്റ് ദ റേറ്റ് 25 cc പെർ സെക്കൻഡ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് വോളിയം കൂടുന്നു എന്ന് പറഞ്ഞാൽ dv/dt സെക്കൻഡാണ്, സമയത്തിനനുസരിച്ചിട്ടാണ്. dv/dt 25 എന്നാണ് അവർ തന്നിരിക്കുന്നത്. ഇത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ബൈഹാർട്ട് ചെയ്യുക. അത് അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, വേറെ ഒന്നൊരു കഴിവില്ലാത്തവർ എന്ത് ചെയ്യുക? ഇതാണ് ബൈഹാർട്ട് ചെയ്യുക. dv/dt 25 തന്നു. ഓക്കെ, ദാറ്റ്സ് ഓൾ. കൂടുതൽ ചിന്തിക്കാനൊന്നുമില്ല. കാര്യം മനസ്സിലായല്ലോ? കഴിവ് മനസ്സിലാക്കിയെടുക്കാനുള്ള കഴിവുള്ളവർ മനസ്സിലാക്കുക. വോളിയം കൂടുന്നു 25 cc വെച്ചിട്ട്. മനസ്സിലാക്കാൻ കഴിവില്ലാത്തവർ വേറെ ഒന്നും പേടിക്കണ്ട, നമുക്ക് റിസ്ക് ഒന്നുമില്ല. എന്താണ്? dv/dt എല്ലാ പ്രോബ്ലത്തിലും dv/dt 25 എന്ന് ബൈഹാർട്ട് ചെയ്യുക. കാര്യം പറഞ്ഞ് മനസ്സിലായോ? രണ്ട് രീതിയിലും പഠിക്കാം. മനസ്സിലാവാത്തവർക്കും പഠിക്കാം, മനസ്സിലായവർക്കും പഠിക്കാം. കുഴപ്പമില്ലല്ലോ. ഓക്കെ അല്ലേ? ഇതാണ് അവർ തന്നിരിക്കുന്നത് കേട്ടോ. ഇത് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എഴുതാണ്. ഇനി ഇത് നമ്മൾ ഫോമിലേക്ക് വരികയാണ്. വി നോ ദാറ്റ് എളുപ്പമാണ്. v = 4/3 πr². നമ്മൾ dv/dt കണ്ടുപിടിക്കുന്നു. ഇതറിഞ്ഞിരിക്കണേ. 4/3 πr³ കേട്ടോ. സോറി, πr³. ഇത് നമുക്ക് അറിഞ്ഞിരിക്കണേ. dv/dt കാണാം. 4/3 × π × r മാത്രം ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. നമ്മൾ പറഞ്ഞിടാം r³ ഡെറിവേറ്റീവ് എന്താ? വെറും r² ആണോ? r³ ആണ്. r³ 3r² അത്രേ ഉള്ളൂ കേട്ടോ. ഈ 3 എവിടെ എഴുതാം? 3r². 6 എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക, 3 1 കുറയ്ക്കുക കേട്ടോ. 3 × r⁻1 കുറയ്ക്കുക കേട്ടോ. ഇതാണ് റിസൾട്ട്. ഓക്കെ, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട് ഇവിടെ. നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വിത്ത് റെസ്പെക്ട് ടു ടിയിലല്ലേ അല്ലേ? ടൈമിനനുസരിച്ചിട്ടാണ് ക്വസ്റ്റ്യൻ പോകുന്നത് അല്ലേ? പക്ഷെ നമ്മൾ ചെയ്തത് 6-ലല്ലേ ഡിഫറൻഷ്യേറ്റ് ചെയ്ത്. ഓക്കെ, മനസ്സിലായ വ്യത്യാസം?
ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്, d/dr(r³). r³ ഡെറിവേറ്റീവ് എന്താണ്? 3r. ഇത് dr വരണം, പക്ഷെ ഇവിടെ dt അല്ലേ വന്ന്. അപ്പം നിങ്ങൾ എന്ത് വെച്ചിട്ട് അങ്ങനെ എഴുതിയേ? സാറ് പറഞ്ഞു അതുപോലെ എഴുതിയില്ലേ? അതുതന്നെയാണ് ഇവിടെ പ്രശ്നം. അതായത് ഓക്കെ, എന്താണെന്നറിയോ, വിത്ത് റെസ്പെക്ട് ടിയിലാണ് നമ്മൾ ചെയ്തത്, പക്ഷേ നമ്മൾ ഇവിടെ ആൻസർ എഴുതിയത് ആറിലും എഴുതി. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അല്ലേ? ആ പ്രശ്നത്തിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ച് നിർത്തരുത്. ഇതാണ് ഇനിയുള്ള 3 പ്രോബ്ലത്തിൽ ഇതാണ് ചെയ്യുന്നത്. ഇനിയുള്ള 3 പ്രോബ്ലത്തിൽ ഇതിങ്ങനെ തന്നെ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട. ഇൻറ്റു ഈ സ്റ്റെപ്പിന് ശേഷം ഇൻറ്റു ഒരു dr/dt കൂടിയും കൊടുക്കണം. ഈ ഒരു കാര്യം മനസ്സിലാക്കിയേ പറ്റുള്ളൂ, വേറെ നിവർത്തിയില്ല. അയ്യോ സാറേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിങ്ങനെ ബൈഹാർട്ട് ചെയ്തോളൂ കേട്ടോ. 3r² എഴുതാൻ നിങ്ങൾക്കറിയാം, ഇൻറ്റു dr/dt കൂടിയും എഴുതാം. അത് കാണാപ്പാടം പഠിച്ചാൽ മതി, ഒന്നും പേടിക്കാനില്ല, ഒന്നും പേടിക്കാനില്ല കേട്ടോ. 3r² എഴുതുക, ഇൻറ്റു dr/dt. ഇനി ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഈ തന്നിരിക്കുന്ന വാല്യൂവിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ വായിച്ചേ? ഇനി ക്വസ്റ്റ്യൻ വായിച്ചേ, എന്താണ് ക്വസ്റ്റ്യൻ? കഴിഞ്ഞിട്ട് പ്രോബ്ലം കഴിഞ്ഞ് 6 മാർക്കാണ്. ഫൈൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് റേഡിയസ് ഈസ് ഇൻക്രീസിങ് എന്നാണ് അല്ലേ? റേഡിയസ് ഇൻക്രീസിങ് ദ റേറ്റ്, അതായത് ഇയാളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആൾ. dr/dt ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, മനസ്സിലായോ? നമുക്ക് വേറെ ഒന്നുമല്ല കണ്ടുപിടിക്കേണ്ടത്. വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് dr/dt. മനസ്സിലായോ? അപ്പോൾ നമുക്ക് തന്ന കാര്യങ്ങളൊക്കെ അതിലും ഇട്ട് കൊടുത്ത പ്രോബ്ലം കഴിഞ്ഞു. നോക്കുക, dv/dt ക്വസ്റ്റിന് തന്നിട്ടില്ല എത്ര? 25. dv/dtയുടെ സ്ഥാനത്ത് ഞാൻ എന്ത് എഴുതി? 25 = ഇവിടെ ഈ 3യും വെട്ടി കളഞ്ഞൂടെ? ബാക്കി ആരാണ്? 4πr² ഇൻറ്റു dr/dt. സെറ്റാണോ? നമുക്ക് dr/dt റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്ന റേറ്റേ വേണ്ട കേട്ടോ. അതിൽ 6 ക്വസ്റ്റ്യൻ തന്നിട്ടില്ലേ? നോക്കിയാൽ എത്ര 6 തന്നേക്കണം നോക്കുക. 6ൻ്റെ വാല്യൂ എത്രയും നോക്കുക. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 15 അല്ലേ? ഇത് നിങ്ങൾ ഇതുവരെ എഴുതാം, ഇതുവരെ എഴുതാം. ഞാൻ മോളിക്ക് എഴുതാം, ഇതുവരെ എഴുതാം. കഴിഞ്ഞിട്ട് പ്രോബ്ലം കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ. നോക്ക്, 6 മാർക്കാണേ. ഇത്ര എഴുതി കഴിഞ്ഞാൽ 6 മാർക്കാണ്. ഒരൊറ്റ സ്റ്റെപ്പ് കൂടെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ മുകളിലൊന്ന് എഴുതുന്നുണ്ടേ. കഴിഞ്ഞിട്ട് പ്രോബ്ലം കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് മിനിക്ക് പണികളുള്ളൂ. ഓക്കെ, ആ റേഡിയസ് എല്ലാം ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് പ്രോബ്ലം കഴിഞ്ഞ്. അപ്പോൾ നമ്മളിപ്പോൾ കിട്ടിയ സാധനം അവിടെ എഴുതിയാണ്, മുകളിലൊന്ന് എടുത്ത് എഴുതുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 25 = 4πr² ഇൻറ്റു dr/dt അല്ലേ? ആ r² വാല്യൂ അവിടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വരും 25 = 4π ഇൻറ്റു 15² ഇൻറ്റു dr/dt. കണ്ടോ? ഓക്കെ, അപ്പോൾ 25 = നോക്കുക, 4π ഇൻറ്റു 15² എത്ര അടിച്ചേ കാൽക്കുലേറ്ററിൽ? 15ൻ്റെ സ്ക്വയർ എത്രയാണ്? ഇതിങ്ങനെ എഴുതി പോകാനുണ്ട്, വേറെ ഒന്നും ചെയ്യുന്നില്ലേ. എത്രയാണ്? 225. 225 അല്ലേ? ഉറപ്പല്ലേ? ഏതാ പൈ വിലന്ന് കൊടുക്കണ്ട? ഞാൻ പൈ അങ്ങനെ എഴുതി വെച്ചാൽ മതി, ഒരു കുഴപ്പമില്ല, നമ്മളൊന്നും ചെയ്യുന്നില്ല, കഷ്ടപ്പെടുത്തില്ല കേട്ടോ. അപ്പോൾ 225 എഴുതിയില്ലേ? ഇനി 4 225 കൂടി ഗുണിച്ചിട്ട് എഴുതാം. അപ്പോൾ 25 = 4 × 225 എത്ര? 4 × 225 900 ആണോ? ആ, നമുക്ക് dr/dt ആണ്, ഇതിനെ ചുമ്മാ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 25/900 π = dr/dt. ഇതുവരെ എഴുതിച്ചാൽ മതി കേട്ടോ. ദാറ്റ്സ് ഓൾ. 6 മാർക്ക് സെറ്റായി. ഇനി സിംപ്ലിഫൈ ഒക്കെ വേണ്ട, നമ്മൾ ഇതുവരെ മതി. ഓക്കെ, നമ്മൾ റിസ്ക് എടുക്കുന്നില്ല. ഓക്കെ അല്ലേ? നമുക്കൊരു റിസ്ക് വേണ്ട, ഇതുവരെ മതി കേട്ടോ. ഇതുവരെ എഴുതിയ ഫുൾ മാർക്ക് കിട്ടേ, യാതൊരു കുഴപ്പമില്ലേ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതി പഠിച്ചോളേ, വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ്. എല്ലാ ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്, പക്ഷേ സെൻറ്റൻസുകളൊന്ന് മാറുന്നുള്ളേ. പറയട്ടെ, ഇതേപോലത്തെ വേറൊരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ എഴുതാം. എ സ്പെറിക്കൽ റബ്ബർ ബ്ലാഡർ
എ സ്പെറിക്കൽ റബ്ബർ ബ്ലാഡ്. ഈ സെയിം മോഡൽ തന്നെയാണ്, ക്വസ്റ്റ്യൻ വാക്കുകൾ മാറിയെന്നുള്ളൂ കേട്ടോ. ഓക്കെ, സെയിം തന്നെയാണ്, ചെയ്യുന്ന രീതിയൊക്കെ സെയിം തന്നെയാണ്. ഓക്കെ, എ സ്പെറിക്കൽ റബ്ബർ ബ്ലാഡർ ഓഫ് റേഡിയസ് 3 ഇഞ്ച് എന്നാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഓഫ് റേഡിയസ് 3 ഇഞ്ച് has air pumped into it. എയർ വഴി പമ്പ് ചെയ്തു, എയർ പമ്പ്ഡ് ഇൻ ടു ഇറ്റ്, പമ്പ് വഴി എയർ അടിച്ചു. ഓക്കെ, ഫുൾ സ്റ്റോപ്പ്. ഇഫ് ദ റേഡിയസ് ഇൻക്രീസസ് അറ്റ് എ യൂണിഫോം റേറ്റ്, if the radius increases at a uniform rate, 1 inch per minute. ഒന്ന് എഴുതിയിട്ട് എഴുതാം. 1 ആണ്, 1 ഇഞ്ച് പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ 1 ഇഞ്ച് വഴി നടന്നു റേഡിയസ് കൂടുന്നു. ഓക്കെ, റേഡിയസ് ഇൻക്രീസസ് അറ്റ് എ യൂണിഫോം റേറ്റ് 1 ഇഞ്ച് പെർ മിനിറ്റ്. ഫുൾ സ്റ്റോപ്പ്. ഫൈൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് വോളിയം ഇൻക്രീസിങ്. തിരിച്ചാണ്, വോളിയം ഇൻക്രീസ് ചെയ്യുന്ന റേറ്റാണ് കാണേണ്ടത്. ഫൈൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് വോളിയം ഇൻക്രീസിങ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫൈൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് വോളിയം ഇൻക്രീസിങ് അറ്റ് ദി എൻഡ് ഓഫ് 3 minutes. At the end of 3 minutes. ഏതാ? at the end of. ക്വസ്റ്റ്യൻസ് വലുതൊന്നുമില്ല, നോക്കൊന്ന് വായിച്ചേ. ക്വസ്റ്റ്യൻ ചെറുതാണ് നേരത്തെ. പക്ഷേ ക്വസ്റ്റ്യൻ ഒരു കൺഫ്യൂഷൻ ഇല്ല. ആ ക്വസ്റ്റ്യൻ നേരത്തെ ഒന്ന് വായിച്ചേ. വളരെ സിമ്പിളാണ് ക്വസ്റ്റ്യൻ. നേരത്തെ തന്നെ എളുപ്പം. ഞാൻ പറയും നേരത്തെ തന്നെ എളുപ്പം. ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ചേ. എന്താ പറഞ്ഞങ്ങനെ? അങ്ങനെ വായിച്ചാൽ ശരിയാവില്ല. വെയിറ്റ് അങ്ങനെ വായിച്ചു കഴിഞ്ഞാലാണ് നിങ്ങളുടെ കുഴപ്പം. ഇത്ര സ്പീഡിൽ വായിക്കാൻ പാടില്ല. ഓക്കെ, നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുന്നത് എങ്ങനെയാണ്? സ്പെറിക്കൽ ബ്ലാഡർ ഓഫ് റേഡിയസ് എങ്ങനെ അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടാൻ പോണില്ല. ഓക്കെ, കറക്റ്റ് സ്ലോവിൽ ആ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് വായിച്ചു പോവുക. എ സ്പെറിക്കൽ റബ്ബർ ബ്ലാഡർ ഓഫ് റേഡിയസ് 3. അതിൻ്റെ ഉള്ളിൽ തന്നെ സെൻറ്റൻസുകളുണ്ട്. അതായത് തന്നിരിക്കുന്നത് ഒരു സ്പിയറാണ്. മനസ്സിലായോ? അത്രയും സ്ലോവിൽ തന്നെ വായിച്ചു പോകണം. മനസ്സിലാവണുണ്ടോ? എങ്കിലേ കാര്യമുള്ളൂ. എ സ്പെറിക്കൽ, അപ്പം സ്പിയർ ആണെന്ന് ഉറപ്പിക്കുക. ഓക്കെ, റബ്ബർ ബ്ലാഡർ ഓഫ് റേഡിയസ് 3. അപ്പോൾ R = 3. അപ്പോൾ ഒരു സാധനം കിട്ടി, ഗിവൺ ആണ്. മനസ്സിലായോ? 3 തരുന്നുണ്ട്. നിങ്ങൾ സ്പീഡിൽ വായിച്ചു കഴിഞ്ഞാൽ അതൊന്നും കാണൂല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വായിക്കണം. ഓഫ് റേഡിയസ് 3, 3 ആണ് തന്നു. ഇനി എന്താ പറയണത്? ഹാസ് എയർ പമ്പ്ഡ് ഇൻ ടു ഇറ്റ്, പമ്പ് ചെയ്യുന്നു. ഇനി എന്താ പറയുന്നത്? ഇഫ് ദ റേഡിയസ് ഇൻക്രീസസ് അറ്റ് എ യൂണിഫോം റേറ്റ് ഓഫ് 1 ഇഞ്ച് പെർ മിനിറ്റ്. അപ്പോൾ റേഡിയസ് ഈസ് ഇൻക്രീസിങ്, അതാണ് അവിടുത്തെ ഗീവൺ. മനസ്സിലായോ? റേഡിയസ് ഈസ് ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് 1 ഇഞ്ച് പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ 1 ഇഞ്ച് വഴി റേഡിയസ് കൂടുന്നു. ദാറ്റ് ഈസ് dr/dt തന്നു 1. 2 കാര്യങ്ങൾ തന്നു. നമ്മൾ സ്പീഡിൽ വായിച്ചു കഴിഞ്ഞാൽ അതൊന്നും കാണൂല കേട്ടോ. കാര്യം മനസ്സിലായോ? സ്ലോവിൽ വായിക്കുക. സ്ലോവിൽ പറയുക എന്താണ്? ആദ്യം സ്പിയർ റേഡിയസ് 3 തന്നു. ഒരു കാര്യം ഗിവൺ ആണ്. മനസ്സിലായോ? പിന്നെ എന്താ പറയുന്നത്? റേഡിയസ് ഈസ് ഇൻക്രീസിങ്, റേഡിയസ് കൂടുന്നു. ആ കൂടുന്ന റേറ്റ് തരുന്നുണ്ട്. അറ്റ് ദ റേറ്റ് എന്ന് പറയും. അപ്പോൾ റേഡിയസ് കൂടുന്നു എന്ന് പറഞ്ഞാൽ dr/dt വാല്യൂ എത്രയാണ്? 1. മനസ്സിലായോ? ഇനി എന്താ ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ വോളിയം ഇൻക്രീസിങ്? വോളിയം ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് കാണാൻ വളരെ സിമ്പിളാണ്. എഴുതിക്കോ, dv/dt കാണാനാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായോ? വാട്ട് ഈസ് ദ വോളിയം റേറ്റ് അറ്റ് വിച്ച് വോളിയം ഇൻക്രീസ് എന്നല്ല ക്വസ്റ്റ്യൻ. അപ്പോൾ വോളിയം എഴുതിക്കോളൂ. വി നോ ദാറ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ. വോളിയം = 4/3 πr³. കണ്ടോ? dv/dt കാണാം. dv/dt =
4/3 ഇൻറ്റു പൈ ഇൻറ്റു r³ ഡെറിവേറ്റീവ് എന്താ നേരത്തെ പോലെ 3r². കഴിഞ്ഞ പ്രോബ്ലം ഇത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇൻറ്റു എന്ത് എഴുതണം? dr/dt കാണണം. സെറ്റല്ലേ? കഴിഞ്ഞ പ്രോബ്ലം ഈ പ്രോബ്ലം തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇല്ല. ഇനി ആ വാല്യൂസൊക്കെ ഇട്ട് കൊടുത്ത കാര്യം കഴിഞ്ഞില്ലേ? മനസ്സിലായോ? വാല്യൂ അതിൽ ഇട്ട് കൊടുക്കുക. അതായത് ഇപ്പോൾ കണ്ടുപിടിച്ച വാല്യൂസ് അല്ലേ, ഈ 3 വെട്ടിക്കളഞ്ഞു കണ്ടോ. ബാക്കി എത്രയാണ്? 4π ഇൻറ്റു ആറിൻ്റെ വാല്യൂ, 3 അല്ലേ, 3² ഇൻറ്റു dr/dt 1. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. 4π ഇൻറ്റു 9. അപ്പോൾ എത്ര വരും? 36π. ഇതിനാണ് ടഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലായോ? 36π കേട്ടോ. r², 3 അല്ലേ, ക്വസ്റ്റ്യന് പറഞ്ഞിട്ടില്ല r3 ആന്ന്. r3 ആണല്ലോ, r² അല്ലേ ഇവിടെ ക്വസ്റ്റ്യൻ വായിച്ച സ്റ്റാർട്ടിങ്ങിൽ. ക്വസ്റ്റ്യൻ സ്റ്റാർട്ടിങ്ങിൽ r=3 തരുന്നതല്ലേ. ഓക്കെ അല്ലേ? ഇതിലൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്. അത് കുറച്ചുകൂടി എന്താ പറയുക വലുതാണ്, കുറച്ച് കുഴപ്പമില്ല. അതാണ് ഒരുപാട് പ്രാവശ്യം ചോദിച്ചത് കേട്ടോ. പറയട്ടെ, അത് ചെറിയ പ്രശ്നം വരുന്നുണ്ടായില്ലേ, പറഞ്ഞുതരാം. എഴുതാം. ഒരു ക്വസ്റ്റ്യൻ കൂടി ഉള്ള ഈ ഒരു മോഡലിൽ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. യെസ്, ഒരു വെരി 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 ചോദിച്ചോളൂ. അത് എനിക്ക് എത്ര അറിയില്ലടാ, എത്ര മേഴ്സി ചാൻസ് ആണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ എത്ര ചാൻസ്? ഓക്കെ, അത് ഓഫീസിൽ ചോദിക്കണോ. ഞാനിപ്പോൾ പോളിയിലില്ല, അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഇനി എത്ര ചാൻസ് കിട്ടണമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഇതിൽ പാസ്സാവില്ല നമ്മൾ, പിന്നെ എന്താ കുഴപ്പം? ഓക്കെ, എഴുതിക്കോളൂ. ഓക്കെ, അടുത്ത് എഴുതടാ. എ ബലൂൺ ഈസ് സ്പെറിക്കൽ ഇൻ ഷേപ്പ്. എ ബലൂൺ ഈസ് സ്പെറിക്കൽ ഇൻ ഷേപ്പ്. എ ബലൂൺ ഈസ് സ്പെറിക്കൽ ഇൻ ഷേപ്പ്. ഫുൾ സ്റ്റോപ്പ്. ഗ്യാസ് ഈസ് എസ്കേപ്പിംഗ് ഫ്രം ഇറ്റ്. ഗ്യാസ് ഈസ് എസ്കേപ്പിംഗ് ഫ്രം ഇറ്റ്. അതിൽ നിന്ന് ഗ്യാസ് പോകുന്നു എന്നാണ് പറഞ്ഞത് കേട്ടോ. അറ്റ് ദ റേറ്റ് ഓഫ് 10 cc/s. അറ്റ് ദ റേറ്റ് ഓഫ് 10 cc/s. ഗ്യാസ് ഈസ് എസ്കേപ്പിംഗ് ഫ്രം ഇറ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 10 cc/s. ഇത് വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്, വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫുൾ സ്റ്റോപ്പ്. അതന്നെ എഴുതാം. How fast is the surface area? How fast is the surface area shrinking? എന്താണ് shrinking? SHRINKING. Surface area shrinking when the radius is 15 centimeter. When the radius is 15 centimeter. How far the surface area is shrinking when the radius is 15 centimeter. ഷ്രിങ്കിങ് എന്നുള്ള വാക്ക് ചുരുങ്ങുക എന്നാണ് വൃത്താക്കണം കേട്ടോ. നമ്മളെ ബലൂണ്ട് കാറ്റ് പോയാൽ അവസ്ഥ. ഓക്കെ, അതാണ് ഷ്രിങ്കിങ് എന്ന് പറഞ്ഞത് കേട്ടോ. മനസ്സിലായോ? അപ്പോൾ എത്ര ഇതിൽ അത് കുറയാണ് ചെയ്യുന്നത്. ഇവിടെ ചെറിയ പ്രശ്നമുണ്ട്. നമ്മൾ റേറ്റ് അറ്റ് വെച്ച് ഇതുവരെ ചെയ്ത പ്രോബ്ലമൊക്കെ ഇൻക്രീസിങ് ആയിരുന്നു. വോളിയം കൂടുന്നു, റേഡിയസ് കൂടുന്നു, അങ്ങനെ ഇൻക്രീസിങ് ആയിരുന്നു. മനസ്സിലായോ? ഇവിടെ ഡിക്രീസിങ് ആണ്, കുറയാണ്. അതുകൊണ്ട് ചെറിയൊരു കുഴപ്പമുണ്ട് അവിടെ. ഓക്കെ, പറഞ്ഞുതരാം എന്താണ് കുഴപ്പമെന്ന് പറയാം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കുക. നിങ്ങൾ എന്നെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾക്കത് അനുമാനിക്കാൻ പറ്റുന്നുണ്ടെന്ന് ചെക്ക് ചെയ്തേ. ഞാൻ പറഞ്ഞ പോലെ സ്ലോവിലൊന്ന് വായിച്ചേ. ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞ പോലെ സ്ലോവിലൊന്ന് വായിക്കുക. എന്താ പറഞ്ഞത്? സ്പെറിക്കൽ ബലൂൺ ഇൻ
ബലൂൺ ഈസ് സ്പെറിക്കൽ ഇൻ ഷേപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ സ്പിയർ ആണ്. സ്പിയർ പഠിച്ച രണ്ട് കാര്യങ്ങളുണ്ട്. സ്പിയറിൻ്റെ വോളിയം 4/3 πr³, സർഫസ് ഏരിയ 4πr². രണ്ട് കാര്യങ്ങൾ സ്പിയറിലുണ്ട് കേട്ടോ. ഓക്കെ, ഇനി പറഞ്ഞോ. ഇനി എന്താ പറഞ്ഞേ ക്വസ്റ്റ്യൻ, ഗ്യാസ് ഈസ് എസ്കേപ്പിംഗ് ഫ്രം ഇറ്റ്. അപ്പോൾ ഗ്യാസ് പോകുന്നു എന്നല്ലേ പറഞ്ഞേ. കഴിഞ്ഞ പ്രോബ്ലം ഗ്യാസ് നിറയുന്നു എന്നാണ് പറഞ്ഞത്, ഓർമ്മയുണ്ടോ? ഗ്യാസ് നിറയുന്നു എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞാലും ഗ്യാസ് പോകുന്നു എന്ന് പറയുമ്പോഴും പുറത്ത് വോളിയം കുറയല്ലേ ചെയ്യുന്നത്. അപ്പോൾ വോളിയം കുറയുന്ന റേറ്റാണ് തന്നിരിക്കുന്നത്. മനസ്സിലായോ? അത് മനസ്സിലാക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? വോളിയമാണ് കൂടുന്നതും വോളിയമാണ് കുറയുന്നതും. അത് മനസ്സിലാക്കാൻ പറ്റുക. വോളിയം ഈസ് ഡിക്രീസിങ് ആണ് കേട്ടോ. അപ്പോൾ താഴെ എഴുതുക ഗിവൺ വോളിയം ഈസ് ഡിക്രീസിങ് അറ്റ് ദി റേറ്റ് 10 cc പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 10 cc വെച്ച് വോളിയം കുറയുന്നു. അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ dv/dt ആണ് അവർ തന്നിരിക്കുന്നത്. 10 വെറും 10 അല്ല, -10 എന്ന് കൊടുക്കണം കേട്ടോ. ഇത് ഞാൻ ഇതുവരെ പറഞ്ഞില്ലായിരുന്നു. ഇതാണ് ഇവിടുത്തെ ടേണിംഗ് പോയിന്റ്. ശ്രദ്ധിച്ചോളണം, ഈ ക്വസ്റ്റ്യനിൽ വോളിയം കുറയുകയാണ്, വോളിയം കുറയുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അതായത് ഒരു ബലൂണിൻ്റെ ഗ്യാസ് പോകുന്നു എന്ന് പറഞ്ഞ മീനിങ് ആ ബലൂണിൻ്റെ വോളിയം കുറയുന്നു എന്നാണ്. മനസ്സിലായോ? ആ പ്രോബ്ലത്തിൽ ഇതൊരു വെറൈറ്റി പ്രോബ്ലമാണ്, നോട്ട് ചെയ്ത് വെച്ചോളണേ. വോളിയം ഡിക്രീസിങ് ആണ്. ഡിക്രീസിങ് എന്നുള്ള വാക്ക് പറഞ്ഞാൽ അവിടെ -10 എന്നാണ് കൊടുക്കുന്നത് കേട്ടോ. dv/dt വാല്യൂ എത്രയാണ്? -10. ഓക്കെ ആണോ? ഇവിടെ 2 ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ്റെ ഉള്ളിൽ 2 എണ്ണമാണ് കടന്നേക്കണേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നേരത്തെ പോലെ വോളിയത്തിൻ്റെ ഫോമിൽ എഴുതാം. v = 4/3 πr³ dv/dt കണ്ടുപിടിക്കുക. എത്രയാണ്? 4/3 ഇൻറ്റു എത്രയാണ്? 4/3 ഇൻറ്റു π ഇൻറ്റു 3r². കൂടാതെ വേണം dr/dt. മറക്കരുത് കേട്ടോ അത്. അപ്പോൾ 3 വെട്ടിപ്പോയി. dv/dt വാല്യൂ -10. -10 = 4πr² ഇൻറ്റു dr/dt. ഓക്കെ അല്ലേ? r² വാല്യൂ 15 കൊടുത്ത്. -10 = 4π ഇൻറ്റു 15² ഇൻറ്റു dr/dt. നേരത്തെ ചെയ്ത പോലെ തന്നെ കേട്ടോ. 900 കിട്ടി. അതും ഇല്ല 900 കളിയാണുള്ളത്. എന്താ ഇല്ല 15. കഴിഞ്ഞ പ്രോബ്ലം തന്നെ. -10 = 900π dr/dt. നമുക്ക് dr/dt ആണ് ആവശ്യം. -10/900π dr/dt. ഇതുവരെ സെറ്റാണോ? വേണമെങ്കിൽ dr/dt വാല്യൂ വരെ കണ്ടുവയ്ക്കുക. കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇത് മാത്രമല്ല, ഇതിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. സർഫസ് ഏരിയയുടെ റേറ്റ് കണ്ടുപിടിക്കണേ. ഇപ്പം നമ്മൾ dr/dt വരെ കണ്ടിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക ഫുള്ളായിട്ട്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹൗ ഫാസ്റ്റ് സർഫസ് ഏരിയ ഈസ് ഷ്രിങ്കിങ്. സർഫസ് ഏരിയ ഷ്രിങ്ക് ചെയ്യുന്ന റേറ്റും കാണണം നമുക്ക് കേട്ടോ. മനസ്സിലായോ? സർഫസ് ഏരിയയുടെ റേറ്റും കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ 1.5 ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ പ്രോബ്ലം ഇതുവരെ അവസാനിച്ചായിരുന്നു അല്ലേ? dr/dt കണ്ടോട് കൂടി പ്രോബ്ലം തീർന്നു. ഇതങ്ങനെയല്ല, അതിനുശേഷം ഒരു സ്റ്റെപ്പ് കൂടി ഉണ്ട് കേട്ടോ. ഇതുവരെ എഴുതാം. അപ്പോൾ ക്വസ്റ്റ്യൻ അവസാനിച്ചിട്ടില്ല. ഈ ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ കൂടി എന്തുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ക്വസ്റ്റ്യനിൽ പറയുന്നത് വാട്ട് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് സർഫസ് ഏരിയ ഷ്രിങ്കിങ് എന്നാണ്. അതായത് ds/dt കൂടി നമ്മൾ കണ്ടുപിടിക്കണം. മനസ്സിലായോ? അപ്പോൾ ഇത് കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ dr/dt കൂടി പ്രോബ്ലം തീർന്നു അല്ലേ? ഇവിടെ അങ്ങനെ തീരുന്നില്ല. മനസ്സിലായോ? ഇവിടെ ക്വസ്റ്റ്യൻ അപ്പോൾ എഴുതാതെ we know that സർഫസ് ഏരിയ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ s കൊടുക്കാം, എന്തായാലും കുഴപ്പമില്ല. 4πr². ഇത് തന്നിട്ടുണ്ട് അല്ലേ? ഇനി ds/dt കണ്ടെടുത്ത പ്രോബ്ലം കഴിഞ്ഞു കേട്ടോ. എളുപ്പമാണ്. നേരത്തെ പറഞ്ഞ പോലെ 4π ഇൻറ്റു r² ഡെറിവേറ്റീവ് പറഞ്ഞു. എന്താണ് r² ഡെറിവേറ്റീവ്? ഇപ്പൊ പഠിച്ചില്ലേ? അമ്മ പറഞ്ഞടാ. r² എന്താ? 2r. r² ഡെറിവേറ്റീവ് എത്രയാണ്? 2r ഇൻറ്റു dr/dt. അത് മറക്കരുത്. ഇൻറ്റു dr/dt മറക്കരുത് കേട്ടോ. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4 ഇൻറ്റു π ഇൻറ്റു 2 ഇൻറ്റു r പകരം 15 കണ്ടോ. 15 ഇട്ട് കൊടുത്തു. ഇൻറ്റു dr/dt നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് എത്രയാണ്? -10/900
900 പൈ. കണ്ടോ, -10/900 പൈ ഇടാ. അപ്പൊ നോക്കാം, ഈ പൈയും വെട്ടി. ബാക്കി ന്യൂമറേറ്റർ നിങ്ങൾ എല്ലാണ്ട് ഗുണിച്ചു വെക്കുക, അത് നല്ലത്. ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക. 4 × 2 × 15 × -10. ആൻസർ എന്ന് പറഞ്ഞ ന്യൂമറേറ്റർ ആ ക്വസ്റ്റ്യനിൽ അങ്ങനെയല്ല, അത് നേരത്തെ ഉണ്ടായിരുന്നില്ല അല്ലേ. അതൊക്കെയാ ക്വസ്റ്റ്യനില് വോളിയം ഈസ് ഡിക്രീസിങ് എന്ന് പറഞ്ഞിരുന്നു കേട്ടാ. വോളിയം ഡിക്രീസിങ് എന്ന് വാക്ക് പറഞ്ഞേ, അതായത് വോളിയം കുറയുന്നു അങ്ങനെ പറഞ്ഞില്ല, ഗ്യാസ് പോകുന്നു എന്നാ പറഞ്ഞത്. അതായത് ബലൂണിലെ ഗ്യാസ് പുറത്ത് പോകുന്നു എന്നാ പറഞ്ഞേക്കണം. അതിന്റെ അർത്ഥം വോളിയം ചുരുങ്ങുന്നു എന്നാണ് കേട്ടാ. അങ്ങനെ വോളിയം ഡിക്രീസിങ് എന്ന വാക്ക് കണ്ടാൽ മൈനസ് കൊടുക്കണം, അതാണ് കണ്ടീഷൻ. ഓക്കെ, അത് വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വോളിയം ഡിക്രീസിങ് ആണെങ്കിൽ മൈനസ് കൊടുക്കണം കേട്ടോ. ഇൻക്രീസിങ് ആകുമ്പോൾ പ്ലസ് ആയിരുന്നു, അതുകൊണ്ട് ഡിക്രീസിങ് ആകുമ്പോൾ മൈനസ്. ആ ഒരൊറ്റ വാക്ക് ശ്രദ്ധിച്ചോണേ. അപ്പോൾ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്തൊക്കെ എത്ര വരിക? 4 × 2 × 15 × 10 എത്ര വന്ന്? 8 × 15 80 8 40 120 1200 ആണോ? എനിക്ക് അറിയില്ല, എത്ര വന്ന്? 1200/900 കിട്ടി കേട്ടാ. അപ്പോൾ ഈ 2 0 വെട്ടിക്കളയാം. -12/9 വേണമെങ്കിൽ വീണ്ടും വെട്ടിക്കളയാം, 3 വെട്ടാം. അല്ലെങ്കിൽ ഇതുവരെ എഴുതിയാൽ മതി കേട്ടോ. -4/3 എന്ന് വരാം 3 വെട്ടുകയാണെങ്കിൽ. അല്ലെങ്കിൽ ഇത് -12/9 എഴുതിയാലും മതി കേട്ടോ, യാതൊരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രോബ്ലം. വെരി 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 ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഓക്കെ, ഈ 3 പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 എണ്ണത്തിൽ ഒരെണ്ണം ചോദിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. അത്രയും എന്നെക്കൊണ്ട് പറ്റുള്ളൂ. ക്വസ്റ്റ്യൻ പേപ്പർ ഇടാനൊന്നും പറ്റില്ല കേട്ടോ. ഓക്കെ, ഈ 3 ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. പിന്നെ നമ്മുടെ സർഫസ് ഏരിയ എന്താണ് വെലോസിറ്റി ആക്സലറേഷൻ ചോദിക്കട്ടെ കേട്ടോ. ഇതിൽ ഒരു ക്വസ്റ്റ്യൻ കാണുന്നുണ്ട്, അതിൻ്റെ ഇനി മാക്സിമം മിനിമം പഠിപ്പിക്കാൻ കുറച്ച് അത്യാവശ്യമുണ്ട്. നിങ്ങളെ കൊണ്ട് ചെല്ലാൻ കൂടി സഹിക്കാൻ പറ്റുമെന്ന് അറിയില്ല, എങ്കിലും ആ ഒരു ക്വസ്റ്റ്യൻ ഞാനൊന്ന് ചെയ്തുതരാം. അതിൽ പകുതി സ്റ്റെപ്പ് വരെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പം അതുകൂടി ഒന്ന് പറഞ്ഞിട്ട് പോവാണ്, കുഴപ്പമില്ലല്ലോ. എന്തായാലും ഇതുവരെ ആയില്ലേ, 1 മണി വരെ എടുക്കാം നമുക്ക്. ഓക്കെ, അതുകൂടി പറഞ്ഞിട്ട് ഈ ചാപ്റ്റർ തീർക്കാം കേട്ടോ. അതായത് മാക്സിമ ആൻഡ് മിനിമ എന്നുള്ള ടോപ്പിക്കാണ്. മാക്സിമ മിനിമ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഫറൻസിയേഷൻ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ടാണ് ഡിഫറൻസിയേഷൻ പഠിച്ചു കഴിഞ്ഞുകൊണ്ടാണ് മാക്സിമം മിനിമ കാണാൻ പറഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവും സെക്കൻഡ് ഡെറിവേറ്റീവും കണ്ടുപിടിക്കുക കേട്ടോ. dy/dx d²y/d² കണ്ടുവയ്ക്കുക. ഓക്കെ, അപ്പോൾ പകുതി മാർക്ക് കിട്ടും. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ 3 മാർക്ക് കിട്ടും കേട്ടോ. ക്ലിയർ ആയോ? ഒരു ക്വസ്റ്റ്യൻ എല്ലാത്തിലും കിടന്ന് കളിക്കുന്നുണ്ട്, അതുകൊണ്ട് എടുക്കുകയാണേ. എഴുതരാം. ഇത് മായ്ക്കുണ്ട് കേട്ടോ. ഒരു ക്വസ്റ്റ്യനാണ്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കിടന്ന് കളിക്കുന്നുണ്ട് ഈ ക്വസ്റ്റ്യൻ, അതുകൊണ്ട് അതുകൂടി എഴുതാണ്. ക്വസ്റ്റ്യൻ എഴുതാം. ഇത് ഫുള്ള് കംപ്ലീറ്റ് ആക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം വേണമെങ്കിൽ. എനിക്ക് എഴുതാം. ഡിഫ്ലക്ഷൻ ഓഫ് ബീം ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. ഡിഫ്ലക്ഷൻ ഓഫ് എ ബീം ഈസ് ഗിവൺ ബൈ, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ട് ഈ ക്വസ്റ്റ്യൻ. y = 2x³ - 9x² + 12x. Find a maximum deflection. Find a maximum deflection. Find a maximum deflection. അപ്പോൾ മാക്സിമം അല്ലെങ്കിൽ മിനിമം എന്നുള്ള വാക്ക് കണ്ടാൽ നിങ്ങൾ അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവും കാണാം, സെക്കൻഡ് ഡെറിവേറ്റീവും കാണാം. പിന്നീടുള്ള സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. ഒരു പ്രോബ്ലം ഞാൻ പറഞ്ഞുതരാം, അതെനിക്ക് ഉറപ്പൊന്നുമില്ല നിങ്ങൾ ശരിയാക്കുന്നത്. ഓക്കെ, എനിക്ക് നിങ്ങളെക്കുറിച്ച് നന്നായിട്ട് അറിയുന്നതുകൊണ്ട് പറയാം. അത് ശരിയാക്കാൻ പറ്റുന്നവർ ശരിയാക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ ശരിയാക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റും. ഞാൻ ഇതുവരെ പഠിപ്പിച്ച പ്രോബ്ലം വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവും സെക്കൻഡ് ഡെറിവേറ്റീവും നിങ്ങളെ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായോ? ക്ലിയർ? അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതുവരെ എഴുതിയിട്ട് അതിൻ്റെ മാർക്ക് ഒരു 3 മാർക്കൊക്കെ തരും. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് ടീച്ചർമാരെ ഫസ്റ്റ് ഡെറിവേറ്റീവ് സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ 3 മാർക്കൊക്കെ തരും കേട്ടോ. മനസ്സിലായോ? 3 ഇല്ലെങ്കിൽ 2 എങ്കിലും തരും, പേടിക്കണ്ട കേട്ടോ.
അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ? കിട്ടിയ പോയി എന്നുള്ള സാധനം കേട്ടോ, KKPP. ഓക്കെ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഗിവൺ എന്ന് പറഞ്ഞിട്ട് ഈ വൈ മാത്രം, ഗിവൺ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ മുഴുവൻ എഴുതിക്കരുത്, വെറുതെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എഴുതിക്കരുത് കേട്ടോ. അപ്പോൾ വെറുതെ ഒരു രസത്തിന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറൊന്നും എഴുതിക്കരുത്, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി. ഓക്കെ. ചുമ്മാ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അതുപോലെ തന്നെ എഴുതിക്കും. കുറേ പൊട്ടന്മാരുണ്ട്, തുടക്കം മുതൽ പാർട്ട് A എൻ്റെ ക്വസ്റ്റ്യൻ മുഴുവൻ എഴുതിക്കും, പാർട്ട് B തന്നെ ക്വസ്റ്റ്യൻ മുഴുവൻ എഴുതിക്കും. വെറുതെ എന്തിനാ സമയം കളഞ്ഞ പേപ്പർ നോക്കുന്ന ടീച്ചർമാർക്ക് പ്രാന്താവാൻ. അപ്പോൾ തൊട്ടടുത്തുള്ള ആൾക്കൂടി അവർ നോക്കില്ല. അപ്പോൾ മനസ്സിലായോ? ഇത് നോക്കിയിട്ട് വട്ടാകുമ്പോഴാണ് അടുത്ത ആളുടെ പേപ്പർ കിട്ടുക. അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ എന്തെങ്കിലും നന്നായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും, പക്ഷേ ആ ടീച്ചർമാരെ മൈൻഡ് പ്രാന്താക്കി വിടും. മനസ്സിലായോ? അങ്ങനെയൊന്നും ചെയ്യരുത്, ദയവ് ഇത് ചെയ്യരുത്. ഓക്കെ. അപ്പോൾ ആദ്യം ഗിവൺ എന്ന് പറഞ്ഞ് വൈ എടുത്ത് എഴുതാം. ഗിവൺ എന്ന് പറഞ്ഞ് വൈ എടുത്ത് എഴുതാം. അതിനൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അത് നിങ്ങൾക്കറിയാം, അതുകൊണ്ടാണ് ഞാനിത് ചെയ്തിരുന്നത് കേട്ടോ. dy/dx പറഞ്ഞ പോലെ എങ്ങനെ ചെയ്യാം? നേരത്തെ ചെയ്ത പോലെ, വെലോസിറ്റിയിൽ ചെയ്ത പോലെ 2 × x³ ഡെറിവേറ്റീവ് എന്താ? 3x² മൈനസ് 9 × x² ഡെറിവേറ്റീവ് എന്താ? 2x പ്ലസ് 12 × x ഡെറിവേറ്റീവ് എത്ര? 1. x² ഡെറിവേറ്റീവ് 2x, x² ഡെറിവേറ്റീവ് 2x കേട്ടാ. ഓക്കെ അല്ലേ? then 12 × x ഡെറിവേറ്റീവ് 1 കേട്ടോ. അപ്പോൾ ആൻസർ എത്ര വരിക? ഒന്ന് ഭംഗിയിൽ എഴുതാം. 6x² മൈനസ് 9 × 2 എത്രയാണ്? 18x പ്ലസ് 12. അടുത്തത് x അല്ലല്ലോ, അവസാനത്തെ ടൈം അല്ല, ഇവിടെ x ഉണ്ടല്ലോ, x-ന്റെ 1 ആണ്. മറ്റൊരു കഴിഞ്ഞ വർഷം പ്രോബ്ലത്തിൽ ഒരു 4 കൂടി അവിടെ ഉണ്ടായിരുന്നു, ആ 4 ഇല്ല ഇവിടെ, അത് ഇച്ചിരി 0 എഴുതിയത് കേട്ടോ. ഇവിടെ അതില്ല. ഓക്കെ. അതുകൊണ്ടാണ് ആ 0 ആയത്. ഇവിടെ അങ്ങനെ ആയില്ല. ഇനി അതിനൊന്നുകൂടി ചെയ്യാം, ഡിഫറൻഷിയേറ്റിംഗ് അഗൈൻ. ഇപ്പൊ ഇത്രയും ചെയ്താൽ നിങ്ങൾക്ക് ഒരു 3 മാർക്കെങ്കിലും ചെറുപ്പത്തിൽ കിട്ടും കേട്ടോ. അപ്പൊ d²y/dx² എന്ന് പറയാം. സെക്കൻഡ് ഡെറിവേറ്റീവിനെ പറയുന്ന പേര് d²y/dx². വീണ്ടും ചെയ്യാം. 6 × x² ഡെറിവേറ്റീവ് 2x മൈനസ് 18 × x ഡെറിവേറ്റീവ് 1 പ്ലസ് 12 ന്റെ 0. ഇപ്പോഴാണ് 0 ആവുന്നത്. അപ്പൊ എത്ര വരും? 12x മൈനസ് 18. ഇതുവരെ ചെയ്തു വെക്കുക. ആ 12 കോൺസ്റ്റന്റ് ആണ്, കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0. ഫസ്റ്റ് വീഡിയോ കാണണേ, അനന്തന്റെ ഫസ്റ്റ് വീഡിയോ കണ്ടോളണേ, അതിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് കേട്ടോ പോളിനോമിയലിനെ ചെയ്യുന്നത്. ഇതിന് മുമ്പത്തെ വീഡിയോ കാണണം. ഓക്കെ. 6 × x² 2x മൈനസ് 18 × x 1 പ്ലസ് 12 0. ക്ലിയർ അല്ലേ? അപ്പൊ ഇതുവരെ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം എന്നതുകൊണ്ടാണ് ഞാനിത് പഠിപ്പിക്കാൻ പറഞ്ഞത്. മനസ്സിലായോ? മാക്സിമം മിനിമം എന്നുള്ളൊരു വാക്ക് കണ്ടാകും. മാക്സിമം മിനിമം എന്ന് പറഞ്ഞാൽ ഇതുവരെ നിങ്ങൾ ചെയ്യും, ഇതുവരെ ചെയ്യാൻ നിങ്ങൾ ഇതെന്തായാലും നിങ്ങൾ ശരിയാക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പൊ ഇതിന് ശേഷം ഒരു സ്റ്റെപ്പ് കൂടി ഉണ്ട്, അത് എങ്ങനെയാണെന്ന് അറിയില്ല, കാരണം മാത്സ് അറിഞ്ഞിരിക്കുന്നതൊക്കെ. അതുകൊണ്ട് ഇനിയുള്ള സ്റ്റെപ്പ് നിങ്ങൾ ശരിയാക്കോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, പറയട്ടെ. -b ± എന്നിട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ അറിയോ? അറിയില്ലല്ലോ. അതന്നെ ആ സാധനം ഉണ്ട്. ഒരു മിനിറ്റ്. അപ്പോൾ ഇത്രയും കഴിഞ്ഞിട്ട് ഇനിയുള്ള സ്റ്റെപ്പ് ഇങ്ങനെ ഹെഡിങ് എഴുതാണ്. ക്രിറ്റിക്കൽ പോയിന്റ് എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പാണ്. ക്രിറ്റിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ dy/dx = 0 കൊടുക്കാം. വലിയ ക്വസ്റ്റൻ ആണ് കേട്ടോ. dy/, 6 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. dy/dx 0 കൊടുക്കാം. അപ്പൊ എത്ര വരിക? 6x² മൈനസ് 18x പ്ലസ് 12 = 0. dy/dx നമ്മൾ എന്ത് ചെയ്തു? = 0 കൊടുക്കാം. മനസ്സിലായോ? dy/dx = 0 കൊടുക്കുന്നു. കൊടുത്തോ? ഇത് സോൾവ് ചെയ്യണം. ഇതാണ് സ്റ്റെപ്പ്. ഇതാണ് ഞാൻ ഇനി ഇതാ നിങ്ങൾ ശരിയാക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. മറ്റത് വരെ നിങ്ങൾ ശരിയാക്കുക എനിക്ക് ഉറപ്പാണ്. ഇനിയുള്ള സ്റ്റെപ്പ് മനസ്സിലാക്കുക. ഇത് കുറയ്ക്കാൻ അറിയുന്നവർക്ക് സുഖം. എങ്ങനെ സോൾവ് ചെയ്യുക ക്വാഡ്രാറ്റിക് ഇക്വേഷൻ? ഇതിൽ a എന്ന് പറയുന്നത് 6 ആണ്, b എന്ന് പറഞ്ഞാൽ -18 ആണ്, c
സി എന്ന് പറഞ്ഞാൽ 12 കണ്ടോ. അപ്പം നമ്മുടെ എക്സിന്റെ വാല്യൂ കാണുന്നത് പണ്ട് 10ാം ക്ലാസ്സിലേക്ക് പോകണം കേട്ടോ. എന്താണ് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഓൾ ഡിവൈഡ് ബൈ 2a. ക്ലിയർ അല്ലേ? വീട്ടിൽ അനിയന്മാരോ അനിയത്തിമാരൊക്കെ ഉണ്ടെങ്കിൽ 10ാം ക്ലാസ്സിലുണ്ടെങ്കിൽ ചോദിച്ച് പറഞ്ഞു തരാൻ പറയാം. ഓക്കെ, ഒന്ന് പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഓക്കെ. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഹോൾ ഡിവൈഡ് ബൈ 2a. അതൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ. ഈക്വൽ ടു മൈനസ് ഇട്ടു ബി തന്നെ എത്രയാണ് മൈനസ് 18 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 18 ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ 6 ഇൻറ്റു 12c ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 6. ഇത് ശരിയാക്കാൻ പറ്റുമോ? ഇത് വെച്ച് നിർത്തണോ? എന്താ ചെയ്യണ്ടേ? ഒന്നും മനസ്സിലാവണില്ല. ഓക്കെ, എന്തായാലും ചെയ്യാം. ഓക്കെ, ഞാൻ ഒരു പ്രോബ്ലം തരാം. എന്തായാലും യൂട്യൂബ് കാണുന്നവരെ ആരെങ്കിലും പുലികളുണ്ടെങ്കിലാ ഓക്കെ, അവർ ചെയ്യട്ടെ. യൂട്യൂബ് കാണുന്നവരെ. ഓക്കെ, അപ്പൊ മൈനസ് എന്താ അവിടെ പ്ലസ് 18 ആയി. പ്ലസ് ഓർ മൈനസ് ഇനി കാൽക്കുലേറ്റർ എടുക്കാം. എളുപ്പമാണ് കേട്ടോ, വലിയ റിസ്ക് ഇല്ല. കാൽക്കുലേറ്റർ എടുക്കണം. കാൽക്കുലേറ്റർ ഞാൻ പറയുന്ന പോലെ ടൈപ്പ് ചെയ്യുക. ബ്രാക്കറ്റ് ഇടുക. ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ മൈനസ് 18 എന്ന് കൊടുക്കുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് സ്ക്വയർ അടിക്കുക. നമ്മൾ മെട്രിക്സിൽ വെക്ടറിൽ ചെയ്ത പോലെ. ഓക്കെ, ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ മൈനസ് 18 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 6 ഇൻറ്റു 12 എത്ര മൈനസ് 4. അല്ലല്ല, എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യും. എല്ലാം കൂടി അങ്ങനെയല്ല, നമ്മൾ കാൽക്കുലേറ്റർ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാം നല്ലത്. അതായത് 18 സ്ക്വയർ മുപ്പത്താറാണ് കിട്ടുന്നത് കേട്ടോ. 36 കാൽക്കുലേറ്റർ എടുക്കണം. കാൽക്കുലേറ്റർ ഞാൻ പറയുന്നത് പോലെ ഒന്ന് കേട്ടെ. കാൽക്കുലേറ്റർ എടുക്കാം എന്നിട്ട് ഓക്കെ, ആരാ സംസാരിക്കുന്നത്? അമലൊന്ന് മ്യൂട്ട് ചെയ്യണേ. മറ്റമല്. ഓക്കെ, മൈനസ് 18 രണ്ടാമലുണ്ടല്ലോ. ഓക്കെ, മൈനസ് 18 കാൽക്കുലേറ്ററിൽ ഇങ്ങനെ ബ്രാക്കറ്റ് കൊടുത്ത് മൈനസ് ബ്രാക്കറ്റ് ഇട്ടിട്ട് മൈനസ് 18 ബ്രാക്കറ്റിനുള്ളിൽ കൊടുക്കണം. എന്നിട്ട് സ്ക്വയർ ഇടണം. മൈനസ് 4 ഇൻറ്റു ബ്രാക്കറ്റ് ഒന്നും വേണ്ടിട്ടാ, പിന്നെ 6 ഇൻറ്റു 12. ആ റൂട്ടിന്റെ ഉള്ളിലുള്ള അത്രയും ടേം കാൽക്കുലേറ്റർ അടിച്ചു കൊടുക്കുക. റൂട്ട് അടിക്കണ്ട, 36 കിട്ടി. ഇനി റൂട്ട് 36 അടിക്കുക. അപ്പൊ 18 പ്ലസ് ഓർ മൈനസ് 6/12 എന്ന് കിട്ടി. 18 പ്ലസ് ഓർ മൈനസ് 6/12 എന്ന് കിട്ടി. കിട്ടിയോ? അപ്പൊ അതൊന്നും കൂടി എഴുതാം. 18 പ്ലസ് 6/12 18 മൈനസ് 6/12. കിട്ടിയോ? 18 പ്ലസ് 6/12 എന്നൊക്കെ കാൽക്കുലേറ്റ് അടിച്ച് 18 പ്ലസ് 6 എത്രയാ? 24 അല്ലേ? 24/12 12/12. അപ്പോൾ 2,1 എന്നാണ് കിട്ടുന്നത്. 2,1 എന്ന് കിട്ടും. ഇത് കണ്ടുപിടിക്കണം. മനസ്സിലായോ? ഈ രണ്ട് വാല്യൂ നമ്മുടെ ഫംഗ്ഷനിൽ ഇട്ട് കൊടുക്കുക. അതാണ് മാക്സിമം വാല്യൂ. അതിലേതാണോ മാക്സിമം കിട്ടുന്നത്. ഇതിൽ വേറെ ഇനി സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പൊക്കെ ഞാൻ വിഴുങ്ങി. ഓക്കെ, ഇനിയുള്ള സ്റ്റെപ്പ് ഞാനത് വിഴുങ്ങി. ഓക്കെ, ഇനി ഇതെന്താ ചെയ്യണമെന്ന് അറിയോ? നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞേ എന്താണ്? വൈ ക്വസ്റ്റ്യൻ കുറച്ച് ഞാൻ ചെറുതാക്കി. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളൊക്കെ അതൊന്നും കിട്ടൂല. ഓക്കെ, y ഈക്വൽ ടു വേറെ ഉള്ള പഠിപ്പിക്കണേ 2x³ മൈനസ് 9x² പ്ലസ് 12x. ദയവ് ഇത് ഇപ്പൊ പറയുന്ന മെത്തേഡ് മാത്സ് പഠിപ്പിക്കുന്ന ടീച്ചർമാർ നോക്കരുത്. ഓക്കെ, ഞാനിതിൽ ഇവർക്ക് സെക്കൻഡറി ടെസ്റ്റിനെ സ്കിപ്പ് ചെയ്തു. ഓക്കെ, ഫോണിലെ പിള്ളേർക്ക് വേണ്ടിയിട്ട് മെത്തേഡ് ഇറക്കാൻ മാറ്റേണ്ട. ഓക്കെ, അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭ്രാന്താവും. ഇതന്നെ ഇപ്പൊ തന്നെ ഭ്രാന്തായിട്ടിരിക്കുകയാണ് കേട്ടോ.
വേറെ ഒന്നുമില്ല, ഈ കിട്ടിയ 2 വാല്യൂ ഇല്ലേ, ആ 2 വാല്യൂ വൈയിൽ ഇട്ട് കൊടുക്കുക. അത് ഏത് വാല്യൂ ആണ് മാക്സിമം അതാണ് മാക്സിമം, ഏത് വാല്യൂ ആണ് മിനിമം അതാണ് മിനിമം. അങ്ങനെയാണ് പഠിച്ചോ. ഫുൾ ഉടായ്പാണ് കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ മാക്സിമം കാണാനല്ലേ പറഞ്ഞേ. അപ്പോൾ 2ലും മാക്സിമം ഏതാണെന്ന് വെച്ചാൽ കേട്ടോ. അപ്പോൾ എക്സ് ഈക്വൽ ഉറപ്പില്ല, ഇതിൽ കൊടുക്കുമ്പോൾ വാല്യൂ മാറും കേട്ടോ. നോക്കണേ, എക്സ് ഈക്വൽ 1 അതിൽ ഇട്ട് കൊടുക്കുക. y ഈക്വൽ ടു 2 × 1 ക്യൂബ് മൈനസ് 9 × 1 സ്ക്വയർ പ്ലസ് 12 × 1. ഇത് എത്രയും ചെക്ക് ചെയ്യാം. എക്സ് ഈക്വൽ 2 അതിലിട്ട് കൊടുക്കാം. y ഈക്വൽ എത്ര വരെ 2 × 2 ക്യൂബ്. രണ്ടിനും ചിലപ്പോൾ 1 കൊടുക്കുമ്പോൾ വലുത് ചെറുത് അങ്ങനെ നോക്കാൻ പറ്റില്ലേ, ക്വസ്റ്റ്യൻ അനുസരിച്ച് മാറും കേട്ടോ. 9 × 2 സ്ക്വയർ പ്ലസ് 12 × 2. ഇത് രണ്ടും കണ്ടുപിടിച്ച കാൽക്കുലേറ്ററിൽ ഇതേപോലെ ടൈപ്പ് ചെയ്യണം കാൽക്കുലേറ്ററിൽ. 2 × 1 അപ്പോൾ 2 - 9 -7 + 12 -7 12 വരുന്നത് അല്ലേ. -7 + 5 വന്ന് 5 വന്ന് കേട്ടോ. ശരിയാ നോക്കണേ. 2 × 2 8 16 16 2 സ്ക്വയർ 4 9 36. കാൽക്കുലേറ്റർ ചെക്ക് ചെയ്തോളേ. ഞാൻ ചെക്ക് ചെയ്യാൻ 2 × 8 മൈനസ് 9 × 4 പ്ലസ് 2 × 2. രണ്ടാമത്തേൽ 4 കിട്ടുന്നത് കേട്ടോ. മാക്സിമം വാല്യൂ എവിടെ കിട്ടിയത് 5 ആണ് കേട്ടോ. അപ്പോൾ അതാ പറഞ്ഞു 1 കൊടുക്കുമ്പോഴാണ് -4 അല്ലല്ലോ, +4 കിട്ടിയ 28 - 9 × 4 +4 കിട്ടിയ. അപ്പോൾ മാക്സിമം വാല്യൂ 5 ആണ് അല്ലേ. അപ്പോൾ 1-ല് അപ്പോൾ നമ്മൾ വിചാരിക്കും 1-ലാണ് മിനിമം എന്ന് ചോദിക്കുക. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ വേണേ. മാക്സിമം വാല്യൂ ഈസ് 5. മാക്സിമം വാല്യൂ ഈസ് 5 when x = 1. x = 1-ലാണ് മാക്സിമം വാല്യൂ കേട്ടോ, 2-ലല്ല കേട്ടല്ലോ. തൽക്കാലം ഇങ്ങനെ ഉടായിപ്പോണേ. ഓക്കെ, ഇനി വേറൊരു ഇതുണ്ട്. ഈ 1 × 2 d²/d² ഇട്ട് കൊടുക്കണം. അത് നെഗറ്റീവ് ആണെന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ പല കണ്ടീഷനൊക്കെ ഉണ്ട്. തൽക്കാലം അതൊക്കെ മറക്കാം. നമുക്ക് പുതിയ കണ്ടീഷൻ ഓക്കെ നിങ്ങൾക്ക് വേണ്ടി ഞാനായിട്ട് കണ്ടുപിടിച്ച കണ്ടീഷൻ വെച്ചാൽ അത് വൈയിൽ ഇട്ട് കൊടുക്കുക. എക്സ് കൊടുക്കുമ്പോൾ നമുക്ക് വൈയുടെ വാല്യൂ 5 കിട്ടി. 2 കൊടുക്കുക, x = 2 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ 4 കിട്ടി. അതിലേതാണ് മാക്സിമം? ഇത് ലോജിക്കൽ പ്രോബ്ലം ആണ്. ലോജിക്ക് അനുസരിച്ച് നമ്മൾ ചെയ്തു. ഈ 2 വാല്യൂലാണ് മാക്സിമം മിനിമം ഉണ്ടാവുള്ളൂ. അപ്പോൾ മിനിമം വാല്യൂ എത്രയാണ്? മിനിമം ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ മാക്സിമം മിനിമം ചോദിക്കുക. അപ്പോൾ ഇത് ഈ മെത്തേഡ് നല്ലത്. മാക്സിമം മിനിമം ചോദിക്കണമെങ്കിൽ ഇതേപോലെ കണ്ടുപിടിക്കുക. എന്നിട്ട് അത് ഫംഗ്ഷനിൽ ഇട്ട് കൊടുക്കുക. ഏത് വാല്യൂ ആണ് മാക്സിമം വരുന്നത് അതാണ് മാക്സിമം, ഏതാണ് മിനിമം വരുന്നത് അതാണ് മിനിമം കേട്ടോ. അപ്പോൾ താഴെ എഴുതാം മാക്സിമം വാല്യൂ ഈസ് 5 when x = 4. മിനിമം ചോദിച്ചിരുന്നെങ്കിലോ മിനിമം വാല്യൂ ഈസ് 4 when x = 2. x = 2-ലാണ് മിനിമം കേട്ടോ. മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി കണ്ടേ, അതുകൂടി ചെയ്തിട്ട് നമുക്ക് കണ്ട് നിർത്താം. മതി എന്നൊക്കെ തോന്നുന്നുണ്ടാകും. പക്ഷേ ഈ ക്വസ്റ്റ്യൻ വളരെ എളുപ്പമായതുകൊണ്ടാണേ. ഈ ക്വസ്റ്റ്യൻ എളുപ്പമായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറയാം. പറഞ്ഞോ. അതന്നെ മനസ്സിലായി. അത് ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാനത് ഒന്ന് നോക്കിയിട്ട് പറഞ്ഞുതരാം. സോൾവ് ചെയ്ത ട്രയാങ്കിൾ അല്ലേ, അത് പറഞ്ഞുതരാം. ഓക്കെ, അത് ഓക്കെ ആ പാർട്ട് ബിയിൽ ഞാനത് പറഞ്ഞുതരാം. ഓക്കെ, ട്രിഗണോമെട്രിയുടെ അല്ലേ, സോൾവ് ദ ട്രയാങ്കിൾ അല്ലേ, അത് അടുത്ത വീഡിയോയിൽ ചെയ്യാവേ. അപ്പോൾ ഇതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ലാസ്റ്റ് ക്വസ്റ്റ്യന് ഏതാ നമ്മൾ ചെയ്ത് തന്നെയാണ്, നമ്മൾ ചെയ്ത ഒരു ടൈപ്പ് തന്നെയാണ്, പക്ഷെ അത് ഫംഗ്ഷൻ മാറിയിട്ടുണ്ട്. അത് എളുപ്പമാണ്, ഇനി നിങ്ങൾ തെറ്റിക്കരുത്. നമ്മൾ ഇന്ന് ചെയ്തു, കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ട്, ആനന്ദ് നോക്കിക്കൊള്ളണേ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്ത x = a × e⁻nt + b × e⁻−nt തന്നിട്ട് ആക്സലറേഷൻ ഈസ് വേരിയസ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ds/dt കാണുന്ന ഒരു പ്രോബ്ലം അല്ലേ, അത് നമ്മൾ ചെയ്തതാണ്. ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞ വീഡിയോയിലുണ്ട്. അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഒന്ന് മാറി ചോദിച്ചിട്ടുണ്ട്, എഴുതാം. നിങ്ങൾ പിന്നെ ചെയ്ത് നോക്കിയാലും മതി എഴുതാം. If displacement of a particle given by s = a cos nt plus b sin
nt. A cos nt plus b sin nt. Prove that acceleration varies as displacement. ഇത് നമ്മൾ മറ്റത് അങ്ങനെ തന്നെ അങ്ങനത്തെ ക്വസ്റ്റ്യൻ തന്നെ ചെയ്തിട്ടാ. Prove that acceleration varies as displacement. Acceleration vary ചെയ്യുന്നു as displacement. Acceleration varies as displacement. ഇങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടാൽ വേറെ ഒന്നുമില്ല, ഇതിൽ രണ്ട് പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം ഇങ്ങനെയാണ് ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് എക്സ്, ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടി. അതാണ് വെലോസിറ്റി കേട്ടോ. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡി എസ് ബൈ ഡി ടി. അത് ഞാൻ പഠിപ്പിക്കാത്തൊരു സാധനമാണ്. ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ്. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് ബൈ ഹാർട്ട് ചെയ്യാം കോസ് എക്സ്. ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ എക്സ് കേട്ടോ. ഇത് രണ്ടും ഉണ്ടെങ്കിൽ അത് കിട്ടുള്ളൂ കേട്ടോ. കാര്യം മനസ്സിലായോ? അപ്പോൾ ബോർഡ് നോക്കട്ടെ, എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. ഇത് ഒരുപാട് പ്രാവശ്യം ചോദിക്കുന്നതാണ് കേട്ടോ. രണ്ട് പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. എ ഇൻറ്റു കോസിന്റെ ഡെറിവേറ്റീവ് പറഞ്ഞോ, എന്താ പറയാ? കോസിന്റെ ഡെറിവേറ്റീവ് എന്താ അവിടെ എഴുതിയില്ല? മൈനസ് സൈൻ അല്ലേ? കോസിന്റെ ഡെറിവേറ്റീവ് എത്രയാണ്? മൈനസ് സൈൻ. അപ്പൊ എങ്ങനെ എഴുതാം നമ്മള്? മൈനസ് സൈൻ എൻ ടി. ക്ലിയർ? മനസ്സിലായോ? കോസ് എൻ ടിയുടെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ എൻ ടി. ഒരു പ്രശ്നം കൂടി ഉണ്ട്, ഇൻറ്റു എൻ എന്ന് ചെയ്യണം. അതിൻ്റെ ഉള്ളിലുള്ള നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ എ ഇൻറ്റു മൈനസ് സൈൻ എൻ ടി ഇൻറ്റു എൻ പ്ലസ് ബി ഇൻറ്റു സൈൻ എൻ ടിയുടെ ഡെറിവേറ്റീവ് എന്താ? സൈൻ്റെ ഡെറിവേറ്റീവ് എന്താ എഴുതി? സൈൻ്റെ ഡെറിവേറ്റീവ് കോസ്. കോസിന്റെ ഡെറിവേറ്റീവിലാണ് മൈനസ് കേട്ടോ. സൈൻ്റെ ഡെറിവേറ്റീവ് എന്താ എഴുതി? കോസ് എൻ ടി എന്ന് എഴുതാം ഇൻറ്റു എൻ. അപ്പൊ എന്നിന് ഫ്രണ്ടിൽ എഴുതണേ, ഭംഗിയിൽ എഴുതണേ. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ കണ്ടോളണേ. മൈനസ് എൻ എ സൈൻ എൻ ടി പ്ലസ് എൻ ബി കോസ് എൻ ടി എന്ന് കിട്ടി. ഇതിനെ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റിംഗ് അഗെയിൻ. അപ്പോൾ ആക്സിലറേഷൻ കിട്ടി ഡി വി ബൈ ഡി ടി, അല്ലെങ്കിൽ നമ്മൾ ഡി സ്ക്വയർ എസ് ബൈ ഡി ടി സ്ക്വയർ എന്നൊക്കെ പറയും, എന്തായാലും കുഴപ്പമില്ല. മൈനസ് എൻ എ ഇൻറ്റു വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സൈൻ്റെ ഡെറിവേറ്റീവ് എന്താ? വീണ്ടും കോസ് എഴുതാം. കോസ് എൻ ടി ഇൻറ്റു എൻ, അവിടെ എൻ ബി ഇൻറ്റു കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എൻ ടി. എപ്പോഴെങ്കിലും ഒന്ന് ഫ്രീ ആകുമ്പോൾ നോക്കട്ടാ. ഇതിപ്പോൾ എല്ലാം കൂടി കാണുമ്പോൾ ഭ്രാന്താവുന്നുണ്ടാവും കേട്ടോ. നമ്മൾ ഏകദേശം 9 മണിക്ക് തുടങ്ങിയതല്ലേ, അതുകൊണ്ടാണ്. ഓക്കെ, ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നോക്കിക്കൊള്ളണേ. ഞാൻ തൽക്കാലം എഴുതി പോവാണ്. മൈനസ് എൻ സ്ക്വയർ എ കോസ് എൻ ടി, അവിടെ മൈനസ് വരും. മൈനസ് എൻ സ്ക്വയർ ബി സൈൻ എൻ ടി എന്ന് വരും. ഈ എൻ സ്ക്വയറിനെ വെളിയിലെടുത്തു. മൈനസ് എൻ സ്ക്വയറിനെ വെളിയിലെടുത്താൽ എ കോസ് എൻ ടി പ്ലസ് ബി സൈൻ എൻ ടി എന്ന് തന്നെ. അത് നമ്മുടെ എന്തായിരുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇതാണ് ആൻസർ. ഈക്വൽ ടു മൈനസ് എൻ സ്ക്വയർ എസ് എന്ന് എഴുതിട്ടാ. എല്ലാ പ്രോബ്ലം അങ്ങനെ ആയിരുന്നു കേട്ടോ. കഴിഞ്ഞ 3 പ്രോബ്ലം ഇതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് 2 പ്രോബ്ലം നമ്മൾ ചെയ്ത്, ആ 2 പ്രോബ്ലം ചെയ്ത് നോക്കുക കേട്ടല്ലോ. 2 എണ്ണം വർക്കൗട്ട് ചെയ്തോട്ടെ. അപ്പോൾ തൽക്കാലം ഡിഫറൻസിയേഷൻ്റെ ആപ്ലിക്കേഷൻ്റെ ഡെറിവേറ്റീവ് ഇത്ര മതി. ഇത്ര ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ബാക്കി ഉണ്ടെങ്കിൽ ഒരു 20 മാർക്കെങ്കിലും കിട്ടും കേട്ടോ. ക്ലിയർ? ഇനി നിങ്ങൾ ചെയ്യേണ്ടത് പോളിടെക്നിക് 2015 സ്കീമിൽ ആദ്യം ഞാൻ ചെയ്ത വീഡിയോസ് ഉണ്ട്. മാത്തമാറ്റിക്സ് 1, പോളിടെക്നിക് മാത്തമാറ്റിക്സ് 1 എന്ന് കൊടുത്തിട്ടുള്ള ആ പ്ലേലിസ്റ്റിൽ നോക്കുക. അതിലുള്ള ആദ്യത്തെ ഡിഫറൻസിയേഷൻ്റെ സാധാ ബേസിക് ആയിട്ട് പ്രോഡക്റ്റ് റൂള്, കോഷ്യന്റ് റൂള്, ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ റൂള്, പിന്നെന്താണ് പാരാമെട്രിക് ഡിഫറൻസിയേഷൻ, ലോഗരിതമെറ്റിക് ഡിഫറൻസിയേഷൻ, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്, ഇത്രയേ ഉള്ളൂ. ഓക്കെ, അതത്രയും ലോഗരിതമിക് ഇല്ല ഒന്നും കേട്ടോ. പാരാമെട്രിക്കും സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കേട്ടോ. ആദ്യത്തെ 5 വീഡിയോ കമ്പൽസറി ആയിട്ട് കാണുക. അതുകൂടിയാണെങ്കിൽ പക്കയും നമ്മൾ സേഫാണ്. ഇനി നമ്മുടെ സോൾവ് ദ ട്രയാങ്കിളിൻ്റെ ട്രിഗണോമെട്രിയുടെ പ്രോബ്ലം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അതാ കോവിഡ് സമയത്ത് പഠിപ്പിച്ച വീഡിയോ, 2018 വീഡിയോ. അതിലാ അതല്ല, അത് ഇപ്പോഴത്തെ വീഡിയോ 2021 സ്കീമിലെ കുട്ടികളുടെ വീഡിയോ ആണ് അയച്ചത്. അതല്ല, ആദ്യം ഞാൻ കുറച്ച് ഡെറിവേറ്റീവ് പഠിപ്പിക്കുന്നുണ്ട് തുടക്കത്തിൽ, 2018 കൊറോണ സമയത്ത് പഠിപ്പിച്ചതാണ്. ആ വീഡിയോ കൂടിയും കണ്ടാൽ നമ്മൾ പെർഫെക്റ്റ് ആയി. ഓക്കെ, എല്ലാ യൂണിറ്റും സെറ്റ് ആവും. അതന്നെ, അതിൽ ചെറിയ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, അതുകൂടി ആയിക്കഴിഞ്ഞാൽ നമ്മൾ പെർഫെക്റ്റ്. ഓക്കെ ഇടാ. ഓക്കെ,
അപ്പോൾ എങ്ങനെയെങ്കിലൊക്കെ പഠിച്ചോളൂ. ഇനിയിപ്പോൾ ഞാൻ ട്രയാങ്കിളിൻ്റെ വീഡിയോസ് കൂടെ ഉള്ളൂ, ഒരു വീഡിയോ കൂടി നമുക്ക് യൂട്യൂബിൽ ചെയ്യാം. ബാക്കിയുള്ളപ്പോൾ എങ്ങനെയെങ്കിലൊക്കെ പഠിക്കുക, ഒന്നും വിടണ്ട. ഞാൻ പറഞ്ഞപ്പോൾ ആവശ്യമില്ലാത്ത എഴുതി വയ്ക്കല്ലേ, പഠിച്ച കാര്യങ്ങൾ നല്ല നീറ്റായിട്ട് എഴുതി വയ്ക്കുക. ഓക്കെ, ഒരു 60-80 മാർക്കിനെങ്കിലും നമ്മൾ എഴുതി നിറയ്ക്കണം ടൈമിൽ, എങ്കിലും നമ്മളൊരു 40 കിട്ടും. ഓക്കെ, അപ്പോൾ ബാക്കി പിന്നെ കാണാം.